This video is powered by MyG Future. Experience the next. Swish and Sham! Swish and Sham! How are you, da? I'm good. So, what according to you is creativity? തടി തപ്പുവാണോ നീ? എടാ അത് അടുത്ത ലൈൻ വായി. മ്യൂസിക് അതാണ് എൻ്റെ ഒരു കരിയർ എന്ന് തോന്നിയ ആ മൊമെന്റ്. ഒരു തോൽവിയിൽ നിന്നാണ് ഞാൻ കരിയർ കണ്ടത്. Isn't that strange, guys? നീ നന്നായി പാടുമല്ലോ. അതിന് ഞാൻ പാടുമ്പോൾ നീ ഞെട്ടരുത് കേട്ടോ. നീ പാടല്ലേ? കിട്ടില്ല. ചൂറിനെ കൊടുത്ത് ഹലോ ഗൈസ്, വെൽക്കം ടു മൈജി പ്രസൻസ് പേർലി മാണി ഷോ. ഇന്നൊരു വളരെ വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിനെയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ബിക്കോസ് ഡെഫിനറ്റ്ലി കുറച്ച് നാളായിട്ട് നിങ്ങൾ കേൾക്കുന്ന നല്ല നല്ല പാട്ടുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് ആയിരുന്നായിരിക്കും. അധികം ടൈം വൈകാതെ ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാൻ പോണ. ലെറ്റ്സ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി സുഷൻ ശ്യാം ടു മൈജി പ്രസൻസ് പേർലി മാണി ഷോ. Sushin Sham, from a young boy with big dreams to one of the most sought after music directors in Indian cinema today, Sushin Sham's journey has been nothing short of legendary. With iconic movies like Kumbalangi Nights, Malik, Varathan, Ezra, Romancham, Bhishma Parvam and much more, Sushin didn't just compose music. He created moods, emotions, an entire world. His soundtracks have redefined how background scores are experienced, often becoming characters in the films themselves. A trailblazer who blends emotions with innovation, Sushin has won several accolades, including the Kerala State Film Award for Best Background Score, proving that good music isn't just heard, it's felt. So let's welcome the game changer of soundtracks, the master of mood, Sushin Sham to Pearly Mani Show. Hello guys, welcome to MyG Presents Pearly Mani Show. ഇന്നൊരു പാട്ട് മയമായിരിക്കും. Let's welcome Sushin Sham, Sushin Sham, the one and only. My God, you know something? ആദ്യമായിട്ടാണ് ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഷോയിൽ വരുന്നത്. കൺഗ്രാറ്റ്സ്. And I think that's a beautiful thing. അങ്ങനെയൊക്കെ പറയണല്ലോ. സുഷിൻ, ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. ബിക്കോസ് ഇന്ന് ഞാൻ പാടി തകർക്കാൻ പോവാണ്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും സുഷിന്റെ അടുത്ത 4 പടത്തിലേക്ക് ഞാൻ ബുക്ക്ഡ് ആയിരിക്കും. സുഷിൻ, അപ്പൊ ഞാൻ പറയും, സുഷിൻ പ്ലീസ് എനിക്ക് ഡേറ്റ്സ് ഉള്ള. അപ്പൊ സുഷിൻ പറയും, പ്ലീസ് പേളി ഇല്ലെങ്കിൽ ഈ പാട്ട് ഞാൻ ഇറക്കില്ല. ആ ഊടാവൂട്ടോ. Sushin, how are you da? I'm good da. How are you da? How is marriage life and all da? Well and good. കുഴപ്പമൊന്നുമില്ല. നിന്റെ മാരേജ് കവർ ചെയ്തത് എന്റെ ബ്രദറിലോ മാജിക് മോഷൻ. പ്രൊമോഷൻ കൊടുക്കണോ നീ? കുടുംബ ബിസിനസ് എല്ലാം. ഓക്കെ സുഷിൻ, സോ ഹൗ ആർ യു? സീരിയസ്ലി, ബിക്കോസ് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി സുഷിന്റെ സിനിമയിലുള്ള വർക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. വൈഡാ ബ്രേക്ക്? ഹണിമൂണ്. പിന്നെ അങ്ങനെയൊന്നുമല്ല, ബ്രേക്ക് എടുക്കാൻ തോന്നി. പണിയെടുത്ത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നിന്റെ പാട്ടാണ് സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുഷിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ഞാനും സുഷിനും നമ്മുടെ കരിയർ ഒരുമിച്ചാണ് തുടങ്ങിയത്. എനിക്ക് നിന്റേത് ഓർമ്മയുണ്ട്. ഇതിനെക്കാട്ടൊരു ചെറിയ കൊടുക്കാൻ മുറിയിൽ നീ ഇങ്ങനെ കള്ള ഫോൺ വിളിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി. അതിന്റെ പേര് ഇവള് തന്നെ സ്വന്തമായിട്ട് ലെറ്റർ എഴുതും, എന്നിട്ട് വിളിച്ചിട്ട് അത് കള്ളപ്പരിപാടി അല്ലായിരുന്നു. പക്ഷെ ഇവനത് അറിയായിരുന്നു. ആദ്യത്തെ ഒരു 10 എപ്പിസോഡിൽ ഞാനും റീത്തും കൂടി ഇരുന്നു ലെറ്റർ എഴുതി കൊണ്ടിരുന്നത്. എല്ലാം റീത്തു പറഞ്ഞല്ലേ, ഒരു റബ്ബർ ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ അത് ബാൻഡിന്റെ പേര്. നിനക്ക് മറ്റേ ഡൗൺ ടോളറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും വലിയ പേരിനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടു. യു ഹാഡ് എ ബാൻഡ്? നോ, റബ്ബർ ബാൻഡ് അല്ല, ഡൗൺ ട്രോഡൻസ്. എന്താ എന്റെ അർത്ഥം? അടയാളന്മാർ, അടയാളത്തരം. സുഷിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഐ തിങ്ക് യു വർ 18 or 19.
you were a kid back then. അപ്പൊ നീയോ? ഞാൻ പറഞ്ഞു എടാ നീ എന്നെ അമ്മയായിട്ട് കണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഹി വാസ് സച്ച് എ ക്യൂട്ട്. ഇപ്പോഴേ ഇങ്ങനെ ഇരിക്കുന്നത്. അന്ന് ഞാൻ വെച്ചു അയ്യോ ഇവരൊക്കെ എങ്ങനെയാണ് 18 ആയത് അങ്ങനെ തോന്നുന്നൊരു മുഖം. ഇവനും വിവേക് രണ്ടുപേരും. ആൻഡ് ഹി വാസ് ജസ്റ്റ് ചുമ്മാ മേക്കിംഗ് മ്യൂസിക്. അന്ന് ഹി ഹാഡ് എ പിയാനോ അല്ല മറ്റേ കീബോർഡ്. ആൻഡ് ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് മ്യൂസിക്. എന്തൊക്കെയോ ഹീസ് പ്ലേയിങ്. ആൻഡ് ദെൻ I was like, he's a prodigy. That's a word I used. അത് കഴിഞ്ഞിട്ട് നീലാകാശം പച്ചക്കടലിൽ you sang a song. And താഴ്വാരം. And that was the beginning of your beautiful career. The beginning of നമ്മുടെ ഒരു ലക്കി കരിയർ റോൾ. നമ്മളുടെ ഒരു ഓഡിയൻസിന് ഒരു ലക്കായിരുന്നു. You make music that is timeless. All your music, it touches your soul and it's something new and something different and something that stays. അപ്പോ ഫുൾ അവൾ തന്നെ പറയാം. അപ്പൊ പിന്നെ എനിക്കൊന്നും പറയാനില്ലേ? എടാ അപ്രീഷിയേറ്റ് ചെയ്യണ്ട. താങ്ക് യു സോ മച്ച്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് മ്യൂസിക്കിൽ സുഷിന് ഇൻട്രസ്റ്റ് വന്നത്? വാട്ട് ഈസ് ദാറ്റ് മൊമെന്റ് യു തോട്ട് ഓക്കെ മ്യൂസിക് അതാണ് എൻ്റെ ഒരു കരിയർ എന്ന് തോന്നിയ ആ മൊമെന്റ്? എൻജിനീയറിങ് പൊട്ടിയ ടൈമിൽ ഒരു തോൽവിയിൽ നിന്നാണ് ഞാൻ കരിയർ കണ്ടത്. അതുവരെ എനിക്ക് ചെറുപ്പത്തിൽ പപ്പ മ്യൂസിഷ്യനാണ്. അപ്പം ചെറുപ്പം മുതലേ മ്യൂസിക് ആസ് എ പാർട്ട് ഓഫ് മീ എന്നുള്ളതുണ്ട്. ചെറുപ്പം മുതൽ കീബോർഡ് വായിക്കും. സ്കൂളിൽ ഫുൾ ടൈം മ്യൂസിക് ഉണ്ട്. അതാണ് സ്കൂളിൽ മ്യൂസിക് മാത്രമേ നടന്നുള്ളൂ, പഠിത്തം നടന്നിട്ടില്ല. അതുകൊണ്ട് ഫോക്കസ് എപ്പോഴും മ്യൂസിക് ആയിരുന്നു. വേറെ കളിയൊന്നുമില്ല, അങ്ങനെ ക്രിക്കറ്റ് ഇല്ല, ഫുൾ മ്യൂസിക്. അങ്ങനെ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പം ഇതിലോട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ. ആൻഡ് വെൻ യു ഗോട്ട് ഇൻ ടു ഇറ്റ്, ആരായിരുന്നു ഫസ്റ്റ് സുഷിൻ എന്ന് പറയുന്ന ഒരു ടാലന്റിനെ കണ്ടെടുത്ത്? എത്രയോ പേര് ടാലന്റഡ് ആയിട്ട് ഉണ്ടാവും. ബട്ട് യു ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് പീപ്പിൾ. സോ വാട്ട് ഡു യു തിങ്ക്, ആരായിരുന്നു ആ ഒരു ഫസ്റ്റ് ഒരു പുഷോ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് സുഷിനെ? ഫസ്റ്റ് ഉറപ്പായിട്ടും പപ്പയായിരിക്കും. കാരണം ഹീ ഈസ് എ മ്യൂസിഷ്യൻ, ഹീ വിൽ അണ്ടർസ്റ്റാൻഡ്. ഒരു മ്യൂസിഷ്യനെ കാണുമ്പം അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമായിരിക്കും മ്യൂസിഷ്യൻ ആയാൽ കൊള്ളാം മകൻ, എന്തെങ്കിലും ആവാം, വോട്ടെവർ. അപ്പം പുള്ളിയാണ് മ്യൂസിഷ്യനെ കണ്ടത്. പിന്നെ പുള്ളിയുടെ കൂട്ടത്തിലുള്ള ലൈക്ക് പുള്ളിയുടെ ഫ്രണ്ട് ഒരു തിലകൻ ഞങ്ങളുണ്ടായിരുന്നു. പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ടൊരു കീബോർഡ് തന്നത്, ഒരു ചെറിയ കാസിയോടെ. ആ കാസിയോ കിട്ടിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ അകത്തുള്ള ഡെമോ സോങ്സും ഇതൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തൊക്കെയോ ഒരു മ്യൂസിക്കായിട്ടുള്ളൊരു കണക്ഷൻ ഭയങ്കര ചെറുതായിട്ടുള്ള ടൈമിൽ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മ്യൂസിക് വന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഒരു മ്യൂസിഷ്യനായിട്ടാണ്, ഈ ബ്ലൂ ഹെയർ പെയ്യണ പോലെ. അതേപോലെ ഇങ്ങനെ ഒരു മ്യൂസിഷ്യൻ എന്നുള്ളൊരു സാധനത്തിലാണ് മൊത്തം വളർന്നത്. അതായത് പപ്പ എവിടെ കൊണ്ടുപോയാലും ചിലപ്പോൾ സർക്കസിന് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും എന്നെ. അതായത് കണ്ണ് പൊത്തിയിട്ട് കീബോർഡ് വായിപ്പിക്കുക, ഇങ്ങനത്തെ പല നമ്പർ ഇറക്കും. അപ്പം ഇതൊക്കെ ചെറുപ്പം മുതൽ ഉണ്ട്. എവിടെ പോയാലും മ്യൂസിക്കാണ്, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ശ്യാംപ്രകാശിൻ്റെ മോൻ എന്ന് പറയുന്ന മ്യൂസിഷ്യൻ എന്നുള്ളൊരു സാധനമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നെ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങിയത് ലൈക്ക് വെൻ ഐ റീച്ച് ലൈക്ക് 5ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ. 5ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഒരു മ്യൂസിക് ടേസ്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഞാൻ കേൾക്കുന്ന പാട്ടാണെങ്കിലും ഞാൻ ആദ്യമായിട്ടൊരു ബാൻഡിൻ്റെ കൂടെ പെർഫോം ചെയ്തതും അത് 5ാം ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞ് ആ ടൈമിലൊക്കെ ആകുമ്പോൾ ചെറിയ പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടി, കൊള്ളാം ഈ പരിപാടി. പിന്നെ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് +2 കഴിഞ്ഞപ്പം എഞ്ചിനീയറിംഗ് കൂടെ പൊട്ടിയപ്പം ഐ ഫെൽറ്റ് സിനിമയാണ് എൻ്റെ ഒരു ഏരിയ എന്ന് തോന്നി. That's how I reached Deepak Dev. Oh, so that's where you started. Yeah, so Deepak കേട്ടിലോട്ട് എത്തിയത് ഇതേപോലെ പപ്പയുടെ ഒരു ഫ്രണ്ട് ത്രൂ ആ. അപ്പം സോ അപ്പം അങ്ങനെ കണക്ഷൻ ത്രൂ അവിടെ എത്തി. Then I assisted him for 2 years. And you even acted. ആ ഒരു അതിനൊക്കെ ആക്ടിംഗ് എന്നാ പറയാ. തട്ടത്തിൻ മറയത്തില് ആ ഒരു ക്യാരക്ടർ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ആ ചായക്കടയുടെ മുമ്പിൽ വെച്ചിട്ട് ബ്രോ അന്ന് ശരിക്കും നമ്മളെല്ലാവരും നോട്ടീസ് ചെയ്ത് ഐ റിയലി തോട്ട് ഇത് മലയാളി ഒരു പയ്യനല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഐ ഡോണ്ട് ഈവൻ തിങ്ക് ദാറ്റ് യു ആർ ഫ്രം കേരള. യു ലുക്ക് ഡിഫറെന്റ് ആൻഡ് യുവർ ആക്ടിങ് ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ്, എവറിത്തിങ് വാസ് ഡിഫറെന്റ്. Then you started acting, ചെറിയ റോൾസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. Then you started singing. So ഇതെല്ലാം you were slowly doing and suddenly one fine day you're the top music director in Kerala. Everybody wants to work with you. ഇപ്പം നമ്മളുടെ റിവേഴ്സിൽ പോകണം, കുറേ സിനിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവേശം, മാലിക്,
കുമ്പളങ്ങി നൈറ്റ്സ്, മഞ്ജുമ്പോ മഞ്ജുമ്മൽ ബോയ്സ്, Boys. അതുപോലെ എത്ര വരുത്തൻ, എത്ര സിനിമകൾ, ഭീഷ്മ, സോ മെനി മൂവീസ് ആൻഡ് ഐക്കോണിക് മൂവീസ്. എനിക്ക് തോന്നുന്നു ഈ സിനിമകളുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇതിന്റെ സൗണ്ട് ട്രാക്കും ഇതിന്റെ മ്യൂസിക്കും ഇതിന്റെ പാട്ടുകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു സിഗ്നേച്ചർ ആയിട്ട് കിടക്കുകയാണ്. സോ ടെൽ us about your journey into movies and how did you enjoy this journey? ആഗ്രഹിച്ചു വന്നതാണല്ലോ. അതെ, അപ്പം അതേപോലെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ലൈക്ക് ഐ ഡിൻ മേക്ക് ഇറ്റ് ഹിയർ. ഇങ്ങനെ ഒരു ദിവസത്തിലൊരു ഹിറ്റ് പാട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമല്ല. ലൈക്ക് ഇറ്റ് ടുക്ക് സം ടൈം. ഇപ്പം ഫസ്റ്റ് പാടം കിസ്മത്ത് ആണെങ്കിൽ, ലൈക്ക് കിസ്മത്ത് ചെയ്തപ്പം ആർക്കും തന്നെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടൊരു കിസ്സ പാതി എന്നിട്ട് ട്രാക്ക് ചെയ്തു. ലൈക്ക് ഐ മെയ്ഡ് ലിറ്റിൽ ഓഡിയൻസ്, കുറച്ച് ആൾക്കാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് എസ്ര ചെയ്തപ്പം ലിറ്റിൽ മോർ ബിഗ് ഓഡിയൻസ്. പിന്നെ വരുത്തൻ, കുമ്പളങ്ങി, അങ്ങനെ എൻ്റെ ഓഡിയൻസ് ഇങ്ങനെ പതുക്കെ വലുതായി ഗ്രോ ആയി. എൻ്റെ ഗ്രോത്ത് പോലെ തന്നെ എൻ്റെ ഓഡിയൻസും ഇങ്ങനെ ക്രിയേറ്റ് ആയി വന്നായിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പം ആൻഡ് ഐ വാസ് പ്രിറ്റി മച്ച് എൻജോയിങ് ദ പ്രോസസ് ഓഫ് ഈ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ലൈക്ക് അമൽ നീരദിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ലൈക്ക് അത് ചെറിയൊരു there was a moment where I thought like okay, 10th ക്ലാസ്സിൽ ബി കാണാൻ പോയി മറ്റൊരു തിയേറ്ററിൽ പോയി ഇരുന്ന ഒരാളുടെ പടമാണ് ഞാൻ ഇപ്പം വരുത്തനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഒരു പോയിൻ്റൊക്കെ ആക്ച്വലി ബാക്കോട്ട് നോക്കുമ്പം ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചാണ്. ലൈക്ക് 2 ദിവസം മുമ്പ് ഞാനും അവനെ ആക്ച്വലി ബി കാണാൻ പോയത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഇപ്പോൾ ഭീഷ്മയിലെന്തോ എൻ്റെ പേര് കണ്ടപ്പോൾ അവൻ ആ ദിവസം ഓർമ്മ വന്നു, നമ്മൾ ലിബർട്ടി പാരഡൈസിലെ ചെറിയ തിയേറ്ററിൽ പോയി ഇത് കണ്ടത്. അപ്പം ഒരിക്കലും വിചാരിച്ചില്ല നീ പുള്ളിയുടെ അടുത്ത പടം ചെയ്യും എന്നുള്ളൊരു സാധനം. അങ്ങനെ എനിക്കും അത് ആക്ച്വലി ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നി. കാരണം നെവർ എക്സ്പെക്റ്റഡ് അവിടെ ഇരുന്നപ്പം ഞാൻ ഫ്യൂച്ചറിൽ ഇയാളായിട്ട് പടം ചെയ്യും. ഭരതനിലോട്ട് എത്തിയപ്പം ഇറ്റ് വാസ് എ സീരിയസ് വർക്ക്. ലൈക്ക് വെൻ യു ടോക്ക് വർക്ക് വിത്ത് തമിഴേട്ടൻ, ലൈക്ക് ദ ഡിസ്കഷൻസ് ആർ ഡിഫറെൻറ്റ്. ലൈക്ക് ഇറ്റ്സ് വെരി ഫൺ ടു ഡിസ്കസ്. പുള്ളിയായിട്ട് സ്ക്രിപ്റ്റ് സംസാരിക്കുന്നതും പുള്ളിക്ക് മ്യൂസിക്കിനെ പറ്റിയുള്ള ഐഡിയയും പുള്ളി പറയുന്ന കുറച്ച് ഐഡിയാസൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ലൈക്ക് പുള്ളി എങ്ങനെയാണ് ഇത് മ്യൂസിക്കിനെ ഇതിൽ കാണുന്നത്. ചില ഡയറക്ടേഴ്സിലെ ഞാൻ അത് കാണാറുള്ളൂ, ആ ഒരു മ്യൂസിക് സെൻസും കൂടെയുള്ളൊരു സാധനം വിത്ത് വിഷ്വൽ. ചില ആൾക്കാർ തോന്നുന്ന പോലെ ചെയ്തോന്നല്ല പറയുന്നത്. അപ്പം അമലേട്ടന് പക്ഷേ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ അമൽ നീരദ് എന്നുള്ള പേരല്ല എനിക്ക് ആ ടൈമിൽ കൂടുതലും ആ ബി എന്നുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു എനിക്കത്. മമ്മൂക്ക മറ്റേ ഇങ്ങനെ മൊത്തത്തിലൊരു വലിയ ക്രൂ ആയിട്ടൊരു വലിയൊരു പുതിയൊരു വേവ് ഉണ്ടാക്കുന്നൊരു സിനിമ. ആൻഡ് പിന്നെ കറങ്ങിപ്പോകുന്ന മ്യൂസിക്. മറ്റേ അന്നൊക്കെ മറ്റേ എപ്പോഴും DTSലൊക്കെ മറ്റേ കറക്കം കൂടുതലായിരുന്നു. അവിടെ നിന്നൊക്കെ വരും ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വാവ്, ന്യൂ കൈൻഡ് ഓഫ് തിങ് മലയാളത്തിൽ. ബട്ട് ഐ തിങ്ക് സുഷിൻ്റെ ഏത് വർക്ക്, ഇപ്പം ചിലവർക്ക് ഹിറ്റ് ആൻഡ് മിസ് എന്ന് പറയുന്ന ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ ചിലവർക്ക് മിസ്സസ് കൂടുതലായിരിക്കും, ഹിറ്റ്സ് കുറച്ചായിരിക്കും. പക്ഷേ സുഷിൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഹിറ്റ്സിലേക്കാണ് പോകുന്നത്. എന്താടാ നീ തടി തപ്പുവാണോ നീ തൊടാൻ? തടിയല്ലേടാ, മരം എടുത്ത് പോയി അല്ലെ ചെടിയൊക്കെ. സോ 2 ദിവസമായിട്ട് ഞാൻ ഫുൾ ടൈം കേൾക്കുന്നത് സുഷിൻ്റെ പ്ലേലിസ്റ്റ്. ഐ ആം ലൈക്ക് ഇതിൽ ഏത് പാട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം? ഓരോ പാട്ടും ഇറ്റ് ഹാസ് എ സ്റ്റോറി, ഇറ്റ് ഹാസ് എൻ ഇമോഷൻ. I think all your songs have become viral and trending on social media. അതിന് റീൽസ് വരിക, ഇപ്പം ഇലുമിനാട്ടി ആ പാട്ടാവട്ടെ, രോമാഞ്ചത്തിലെ പാട്ടുകളാവട്ടെ, മഞ്ഞുമ്മലാവട്ടെ, വിച്ച് എവർ സോങ് യു ഹാവ് ഡൺ, എല്ലാം ഈ ട്രെൻഡിങ് മ്യൂസിക് ആണ് ഉണ്ടാക്കുന്നത്. സോ ദർ ഇസ് സംതിങ് അബൌട്ട് യുവർ മ്യൂസിക് വിച്ച് ഇസ് വെരി ക്യാച്ചി. ഇത്രയും പാട്ടുകൾ, ലക്ഷക്കണക്കിന് പാട്ടുകൾ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ how does your music stand out? Why is it trending എന്ന് ചോദിച്ചാൽ I don't know why is it trending. Maybe I have a intention to make it trending. Like ഇപ്പം ഉറപ്പായിട്ടും ഇലുമിനാറ്റി ഞാൻ ഉണ്ടാക്കുമ്പോൾ I want it to be trending. അങ്ങനത്തെ ഒരു പാട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇത് ട്രെൻഡിങ് ആവണേ ദൈവമേ എന്നുള്ള സാധനമൊന്നുമല്ലായിരുന്നു. ബിക്കോസ് വി വാണ്ട് എ ഷോർട്ട് ഹിറ്റ്. അത് ഭയങ്കര ടെൻഷനും കൂടെ പിടിച്ചൊരു ഏരിയ ആണ്. ലൈക്ക് ടു ക്രിയേറ്റ് സംതിങ് ദാറ്റ് ഹാസ് ടു ഗോ വൈറൽ എന്നുള്ളൊരു ഓൾറെഡി ആ ഒരു ഐഡിയയിൽ ഒരു പാട്ട് ഉണ്ടാക്കുമ്പം ഇത്തിരി ട്രിക്കിയാണ്. ആൻഡ് ഇത്തിരി എന്താ പറയുക, കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലോ. അതൊരു ഹിറ്റായേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിർബന്ധമില്ലല്ലോ ഹിറ്റാവണമെന്ന്.
പക്ഷെ ഐ ഡോണ്ട് നോ ലൈക്ക് ഇലുമിനാറ്റി ഐ ഹാഡ് ദിസ് ഫീലിംഗ് അത് ഹിറ്റ് ആവുന്ന ഒരു പാറ്റേൺ ആണ്. അതെ, ആ വെരി vibe ആണ്. കാച്ചി. ചെറിയ പിള്ളേര് വരെ അത് ഭയങ്കര ഏറ്റെടുത്ത ഒരു പാട്ടാണ്. കോഴിപ്പിള്ളേരെ പോലെ കണ്ടില്ലായിരുന്നു കുറെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കുറെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ പിള്ളേർ ഇങ്ങനെ ഇലുമിനാറ്റി കളിക്കുന്നു. യെസ്, അതൊക്കെ ആക്ച്വലി അത്ര അങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. ഐ ന്യൂ ഇറ്റ് വുഡ് ബി എ ഹിറ്റ്. പക്ഷെ പിള്ളേരിലോട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡായി. ഞാൻ ആക്ച്വലി ഫഹദിന് ആ വീഡിയോ അയച്ചിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ കുറേ കുഞ്ഞു പയ്യന്മാര്, അതായത് മസ്റ്റ് ബി 3rd standard 2nd standard, they all came to us and I said sing a song and they started singing ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ട് ഇല്ലുമിനാറ്റി and നാടിൻ നന്മകനെ with the lyrics they are singing. അപ്പൊ എനിക്കതൊരു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഐ സെൻഡ് ദിസ് വീഡിയോ ടു നസ്രി ആൻഡ് ഫഹദ്. ഏത് പാട്ടാണ് ഇഷ്ടം രംഗണ്ണയുടെ? ഒരു പാട്ട് മനസ്സിൽ കേട്ടാൻ there has to be a divine ഒരു ടൈമിംഗ് ഉണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ആ ക്രിയേറ്റീവ് ഫ്ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് അക്കോർഡിംഗ് ടു യു ഇസ് ക്രിയേറ്റിവിറ്റി? വാട്ട് ഇസ് ക്രിയേറ്റിവിറ്റി അക്കോർഡിംഗ് ടു യു? അതായത് ഒരു ക്രിയേറ്റീവ് ഫ്ലോ. ഇപ്പൊ ചില ദിവസങ്ങൾ യു മൈറ്റ് ഫീൽ എനിക്ക് ഇന്ന് പാട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഫീൽ ദാറ്റ്. ആണോ? സോ ഞാൻ അങ്ങനെ അതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. ലൈക്ക് ഐ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു ക്രിയേറ്റ്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന രണ്ട് പാട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക, രണ്ട് പുട്ട് അതുപോലെ അല്ല. പുട്ടുകുറ്റിന്ന് പുട്ട് പുറത്തേക്ക് ഇടുന്നത് പോലെ അല്ല ഈ പാട്ട്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ഐ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സോൺ. ഇപ്പം ആവേശം എന്ന് പറയുന്നൊരു മൊത്തം പാട്ട് എടുത്ത് നോക്കിയാൽ ദസ് എ പാലറ്റ്. അതെ, മൊത്തത്തിൽ എല്ലാ പാട്ടും ഏകദേശം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജോണറിൽ നിൽക്കുന്ന ഒരു സ്പേസിനാണ് നിൽക്കുന്നത്. സോ ആ ഒരു സൗണ്ട് ആദ്യം കണ്ടുപിടിക്കുന്നത് ഇത്തിരി ടൈം എടുക്കുന്ന സാധനം. ഫസ്റ്റ് പാട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മളത് ആലോചിക്കുന്നത് എന്ത് ജോണർ അല്ലെങ്കിൽ ഏത് സ്പേസിലാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ കഷ്ടപ്പെടാറുണ്ട്. ഞാൻ ചില ടൈമിൽ പണി പാളി ഞാൻ വണ്ടിയെടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ പോകാറുണ്ട്, കാരണം ഒന്നും നടക്കാത്തതുകൊണ്ട്. പക്ഷെ ചില മൊമെൻ്റ് ഉണ്ട് ലൈക്കിനോ ഞാൻ അവിടെയാണ് അങ്ങനെ ഒരു സ്പിരിച്വൽ എന്ന് ഞാൻ കാണുന്ന ഒരു ഏരിയ അതാണ്. ലൈക്ക് ദസ് എ വൺ മൊമെന്റ് ഐ ഫീൽ ഐ ഗെറ്റ് കണക്റ്റഡ് ടു ദാറ്റ് തിൻ ലൈൻ. ആ ഒരു ലൈൻ കണക്ട് ആകുമ്പോൾ മേ ബി ഞാൻ ചിലപ്പോൾ ആ പിയാനോയിൽ പ്ലേ ചെയ്യുന്ന സാധനം ഐ ഓൾവേസ് റെക്കോർഡ് വെൻ ഐ റാൻഡംലി പ്ലേ സംതിങ്. ചിലപ്പോൾ ആ ഏരിയയിൽ എന്തെങ്കിലും ഞാൻ റെക്കോർഡായിട്ടുണ്ടാവും. അപ്പം ആ ഏരിയ ഞാൻ ഒന്നും കൂടെ തിരിച്ച് റീവിസിറ്റ് ചെയ്യുമ്പോൾ മേ ബി ദർ സംതിങ് ദർ. ചിലപ്പോൾ അതെടുത്ത് റീവിസിറ്റ് ചെയ്യും. പക്ഷേ നാളെ അത് ഒന്നും കൂടെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതേ ആയിരിക്കില്ല. മേ ബി ഇറ്റ്സ് ഓൾ എ പ്രാക്ടീസ് ടു ഗെറ്റ് ഇൻ ടു ദ സോൺ. ഞാനതാണ്, എനിക്ക് ആ ഒരു സോണിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ പലതും ചെയ്യും. ചുമ്മാ ഇങ്ങനെ റാൻഡമായിട്ട് പണ്ട് ആൾക്കാർ എഴുതി ഇങ്ങനെ ചുരുട്ടിക്കളയല്ലേ, അതേപോലെ ഞാൻ റാൻഡമായിട്ട് കുറേ സെഷൻസ് ഉണ്ടാക്കി ചിലപ്പോൾ ഒരു 4ാമത്തെ സെഷനിലായിരിക്കും ചിലപ്പോൾ പാട്ട് ക്രിയേറ്റ് ആവുന്നത്. സോ പ്രോസസ് ഇസ് വെരി പെയിൻഫുൾ. പക്ഷെ വൺസ് തിരിച്ച് സാധനം വന്ന് കിട്ടിയാൽ ഇറ്റ്സ് ലൈക്ക് പിന്നെ ഇറ്റ്സ് ഔട്ട് ദേർ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കേൾക്കില്ല. അതാണ് ഞാൻ നിന്റെ അടുത്ത് നേരത്തെ ഇലുമിനാറ്റി ഓഫ് ചെയ്യാൻ പറഞ്ഞത്. You don't listen to your songs after release? Why da? I don't know da. അത് അത്ര പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇറങ്ങുന്നത് വരെ. Isn't that strange, guys? He doesn't. ഞാൻ എൻ്റെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഫുൾ സെയിം എപ്പിസോഡ്. എന്നിട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോടും കൂടി ഇരുന്ന് കാണാൻ പറയും. ചിലപ്പോൾ എനിക്ക് ഒരാളെ കേൾപ്പിക്കുമ്പോൾ ഞാൻ അവരുടെ ടേസ്റ്റും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ചിലപ്പോൾ പാട്ട് കേൾപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. But when you come to Manjumal Boys is a music that traveled beyond borders. അതായത് സ്റ്റേറ്റ് വിട്ടൊക്കെ പോയി. നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് നമ്മുടെ കൺമണി അത് മാത്രമല്ല, ഐ ഫീൽ ദ എൻറ്റയർ മൂവി, ദ BGM, ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ അതിൽ പല എലമെന്റ്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി മ്യൂസിക്. ഒരു ചെറിയൊരു ഒരു വൈബ്രേഷൻ ആവട്ടെ, ഒരു ത്രില്ലിംഗ് മൊമെന്റ് ആവട്ടെ, ഇതൊക്കെ ഒരു സൗണ്ട് സ്കേപ്പ്, എവറിത്തിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അവിടെ BGM എന്ന് പറയുന്ന സാധനത്തിന് ഇതിനേലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ടു ക്രിയേറ്റ് ദാറ്റ്, അതായത് ഒരു മനുഷ്യന്റെ ഇമോഷനെ വെച്ച് കളിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ചിലപ്പോൾ ആ ആക്ടർ അനങ്ങാണ്ട് നിൽക്കുകയായിരിക്കും, ബട്ട് ദ മ്യൂസിക് വിൽ ജസ്റ്റ് ലിറ്ററലി നമ്മുടെ മനസ്സിനെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരു സാധനമായിരിക്കും. സോ there are so many movies like Malik ആവട്ടെ, ഭീഷ്മയിൽ ഓരോ ക്യാരക്ടേഴ്സിനും you had different sound, music, BGM for every character. മമ്മൂക്കയുടെ പോലെ തന്നെ ഓരോ ക്യാരക്ടർ, ഷൈൻ്റെ ക്യാരക്ടർ, ബാസിയുടെ ക്യാരക്ടർ, സൗബിന്റെ ക്യാരക്ടർ, we could connect with those characters. അപ്പം when you make BGM, okay, tell me about
how does that happen for you? എങ്ങനെയാണ് ഒരു ഡയറക്ടറിൻ്റെ അടുത്തുള്ള ആ ഡിസ്കഷൻ എങ്ങനെയാണ്? ആൻഡ് how does that BGM start in your heart? BGMൽ കൂടുതൽ ഡിസ്കഷൻസ് കുറവാണ്. ലൈക്ക് മോസ്റ്റ്ലി പാട്ടുകൾക്കാണ് ഡിസ്കഷൻസ് ഉണ്ടാവാറുള്ളത്. സ്ക്രിപ്റ്റ് എഴുതിയ പോലെ തന്നെ ബേസിക്കലി അതിൻ്റെ മ്യൂസിക്കൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അതായത് വിഷ്വൽ ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കില്ല. പണ്ട് റേഡിയോയിൽ നമ്മളൊരു കഥ കേട്ട് പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതേപോലെ കേൾക്കുമ്പോൾ നമുക്ക് ആ സ്റ്റോറി കണക്റ്റ് ആവുന്ന പോലെയാണ്. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ആക്ച്വലി മാലിക്കും ഭീഷ്മയിലും കൂടുതലും അത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എല്ലാ മ്യൂസിക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്ട് ചെയ്യും. എന്നിട്ട് ക്ലൈമാക്സ് ആകുമ്പോഴേക്കും എല്ലാത്തിൻ്റെ ഒരു കമ്പൈൽഡ് ഒരു സാധനമായിരിക്കും വരുന്നത്. ലൈക്ക് നോ മനസ്സിലായിരുന്നു എനിക്ക് വിഷ്വലി കാണാൻ പറ്റും. എടാ ഞാൻ വിഷ്വലി കാണാൻ, എടാ ഞാനൊരു ആർട്ടിസ്റ്റിക് ഗേൾ ആടാ. നീ പറയുമ്പോ എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലാവുന്നു. അതായത് when you create music, അതങ്ങനെ നീ വിഷ്വലി കാണുന്നു. ഭീഷ്മയുടെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ പറിദീസ എന്ന് പറയുന്ന പാട്ടാണ് അതിന്റെ കോർ. ഓക്കെ, ദാറ്റ്സ് ദ കോർ ഓഫ് ദ ഫിലിം. ആ കോറിനാണ് എല്ലാത്തിൻ്റെയും തീംസ് സ്പ്ലിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലൈക്ക് മൈക്കിളിൻ്റെ തീം പറുദീസയിലുണ്ട്, ഈ ബാസിയുടെ തീമുണ്ട്, എല്ലാവരുടെ തീമും അതിൻ്റെ അകത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ആ സോങ് കിട്ടിയതുകൊണ്ട് BGM ചെയ്യാൻ വലിയ പണിയുണ്ടായില്ല, കാരണം എല്ലാം ഒന്ന് കണക്ട് ചെയ്തത്. എന്നിട്ടാണ് പറുദീസ എന്ന് പറഞ്ഞ സോങ്ങിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പം ലൈക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്. ലൈക്ക് ടേക്ക് little stems from there and here and connect everything. It's a story. ഒരു സ്റ്റോറി കേൾക്കുന്ന എങ്ങനെയാണ്, മ്യൂസിക്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റോറി കേൾക്കുക. അങ്ങനെ ഒരു ഇപ്പോൾ ചില ആൾക്കാർ പറയല്ലോ പാട്ട് കേട്ടാ ഒരു പടം കണ്ട് തീർന്ന പോലെ ഉണ്ട്. ആ സാധനം അത് കിട്ടണം, അത് തണ്ട. സി ഈ മ്യൂസിക്കിന്റെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു, BGMന്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ കുറിച്ചാണ്. സുഷൻ ഇപ്പം റിലീസ് ചെയ്തിരിക്കുന്ന റേ എന്ന് പറയുന്ന ട്രെൻഡിങ് ആയിട്ട് മോർ ദൻ മില്യൺസ് ഓഫ് വ്യൂസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ. ആൻഡ് ആ റേനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ഇറ്റ്സ് എ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആൽബം ദാറ്റ് യു റിലീസ്ഡ്. സോ ടെൽ us about why you chose music like that. ആ കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു? ഒരു ഏലിയൻ ആൻഡ് ഒരു കൊച്ച്, ദാറ്റ് ബ്യൂട്ടിഫുൾ ബോണ്ട് ആൻഡ് എവറിത്തിങ്. കോൺസെപ്റ്റ് വിമൽ ചന്ദ്രന്റെ ഐഡിയ ആണ്. അവിടുന്ന് പുള്ളിയുടെ കയ്യിലുണ്ടായ ഒരു ഐഡിയ നമ്മൾ വീഡിയോയിലോട്ട്, പുള്ളിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ വന്നൊരു ഐഡിയ ആയിട്ടാണ് ഏലിയൻ ഐഡിയ വന്നത്. ആൻഡ് ഈവൻ ഐ ലൈക്ക് ഏലിയൻ കുട്ടി ഐഡിയാസ്. വെരി ഈ വിവേകിന്റെ ഇൻസ്പിറേഷൻ, വിവേകിന് ഭയങ്കരമായിട്ടുണ്ടല്ലോ. വിവേക് PV എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവനെ ഫസ്റ്റ് ഞാൻ സുഷിനെ കാണുമ്പം ഇവർ രണ്ടുപേരും ട്വിൻസ് പോലെ ഏത് നേരം ഒരുമിച്ചാണ്. വിവേക് would be doodling all these things. Still does. ഇപ്പോഴും ഏലിയൻ കോൺസെപ്റ്റ്. അപ്പൊ വിവിയായിട്ട് നമ്മൾ ഇത് അത് ഇനീഷ്യൽ കോൺവെർസേഷനിലൊക്കെ ഞാൻ വിവിനെ വിട്ടുണ്ട്, കാരണം ഇതിലും ബെറ്റർ ആയിട്ട് ആരുടെ ചോദിക്കാനില്ല ഏലിയനെ പറ്റിയിട്ട്. അവനൊരു ഏലിയൻ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട്. ഇല്ലേ, എനിക്ക് തോന്നിയില്ലേ? അവൻ വയസ്സാവുന്നില്ല, കുറച്ച് കാലമായിട്ട് അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അവന്റെ മുടിയുടെ കളർ എന്താ? ബ്ലാക്ക്. അപ്പൊ കുഴപ്പമില്ല. അപ്പം സോ പണ്ടത്തെ ഒരു ഐഡിയ അത് തിരിച്ചൊന്ന് റീവിസിറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് റേ. ആൻഡ് പിന്നെ ഇപ്പോഴാണ് അതൊരു മലയാളം പാട്ടാക്കിയതും, ലൈക്ക് ഇപ്പോഴത്തെ ഒരു പ്രൊഡക്ഷൻ രീതിയിലോട്ട് അത് കൊണ്ടുവന്ന് ചെയ്യുക. പിന്നെ ബ്രേക്ക് ഫ്രം സിനിമ എന്ന് പറയുമ്പം ലൈക്ക് മോർ എന്താ പറയുക, മോർ ഫ്രീഡം ടു എക്സ്പ്ലോർ ആൻഡ് ട്രൈ ന്യൂ തിങ്സ്. നീ എൻ്റെ വായിലോട്ട് വാക്കിട്ടറില്ലേ, ഞാൻ ആലോചിക്കട്ടെ. സോറിടാ, ഞാനൊരു വാക്ക് പോയി. ഇത് കട്ട് ചെയ്ത് കളയണേ, എനിക്ക് ഓഡിയൻസ് ഇവന്റെ ഫാൻസ് കുറെ പേരുണ്ടാവും. എനിക്ക് പൊങ്കാലയുടെ തലയില് നീ മനഃപൂർവ്വം, നീ ഇത് ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നിനക്ക് തോന്നുന്നല്ലേ? ഇല്ല, കാര്യം ഇല്ല, അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ബേസിക്കലി ആരും എൻ്റെ എക്സ്പ്ലോറിങ് അല്ലേ, ഒരു ആർട്ടിസ്റ്റിക് വേ ഓഫ് സേയിങ് വാട്ട് എവർ, ഒരു ഫ്രീഡം ഓഫ് സേയിങ് വാട്ട് എവർ ഒരാൾ പറയാതെ. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ പറയാതെ, ഇപ്പം ഒരു സിനിമയിലാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കൊരു പ്രേമ പാട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്, നമുക്ക് അതിന് വേണ്ടി ഒരു സാധനം. ഇതാകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ആലോചിക്കാം. ഇപ്പോൾ ഒരു ഏലിയൻ കോൺസെപ്റ്റിലോട്ട് ഇത് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു സ്പേസ് ആയിട്ട് തോന്നി, ഇൻഡി സ്പേസ്. കാരണം ആൻഡ് I was not following any trend. Like ഇപ്പം എല്ലാം ഭയങ്കര ഫാസ്റ്റ് സോങ്സും ലൈക്ക് ഹിപ്പ് ഹോപ്പും ഭയങ്കര ഇലക്ട്രോണിക് സ്പേസിൽ ഒരു ഫീൽ ഗുഡ് ഭയങ്കര ബ്രീസി സ്ലോ സോങ് 6.5 മിനിറ്റിൻ്റെ പാട്ട് ചെയ്യാൻ കാണിച്ച എൻ്റെ ഒരു ധൈര്യം
ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചെയ്യണം. ഇതിന്റെ ഇടയിൽ ഒരു ബിറ്റ് വരുന്നുണ്ട്, ഭയങ്കര രസത്തിലുള്ളൊരു മ്യൂസിക്, ഇറ്റ് വാസ് സോ യുണീക്ക്. ഭയങ്കര കാറിലിരുന്ന് കേൾക്കുമ്പോഴും ഇറ്റ് വാസ് സൗണ്ടിങ് സോ ഡിഫറെന്റ്. സ്റ്റെപ്പാണ് അത്, എന്താണ് അത്, ട്രാപ്പാണ്, എന്താ ഈ സംഭവം, അത് എന്ത് മ്യൂസിക്, എന്താ സംഭവം, ഒരു ഐഡിയ ഇല്ല പേളി. എടാ നീ എല്ലാം ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് അതിന് പേരുണ്ടാവണമെന്നുണ്ടോ? ഒരു പേരിട്, ശശിന്നോ എന്തെങ്കിലും. അതിന് പ്രത്യേകിച്ച് കുറച്ച് ഞാൻ എനിക്ക് പേരിട്ടെ, ഗ്ലിച്ച് ഉണ്ട്, ബേസിക്കലി കുറച്ച് ഗ്ലിച്ച് ഉണ്ട്. ഗ്ലിച്ച് വന്നപ്പോഴാണ് ഗ്ലിച്ച് അങ്ങനത്തെ സാധനം. അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അത് തായ്ലൻഡിൽ ഇരുന്നുണ്ടായത് ഈ സാധനം. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഒരു സാധനം ഞെക്കി വന്നപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു സൗണ്ട് വന്ന്, അപ്പോൾ അത് കൊള്ളാം, ഈ ജോണറിലോട്ട് പോയാലോ. ബിക്കോസ് ആ പാട്ട് ഇങ്ങോട്ട് എത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ ട്രൈ ചെയ്ത് മിഡിൽ പോർഷൻ എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെന്നറിയാം. ആൻഡ് ബിക്കോസ് ഐ ഹാഡ് ദ വീഡിയോ, ഞാൻ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ആ പഴയ പാട്ടിൽ ആ പോർഷൻ അങ്ങനെയല്ല, ഇറ്റ്സ് വെരി ബോറിംഗ് പോർഷൻ ആയിരുന്നു. അപ്പൊ അത് ഞങ്ങൾ കേൾക്കുമ്പോ എടാ അത് നിധിയല്ലേ, നിധി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ബോറിംഗ് ആയിരുന്നു. ഞാനല്ലേ തീരുമാനിക്കണ്ടേ, ഇത് എന്റെ ഉണ്ട് മ്യൂസിക് അല്ലേ. കുമ്പളങ്ങി നൈറ്റ്സ് ഇസ് ഹാപ്പനിങ്. ഓക്കേ, വാവ്, വാട്ട് എ സോങ്. ആ സിനിമ തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. ഒരു സെക്കൻഡ് നമ്മൾ ചിരിച്ചോണ്ടിരിക്കുകയായിരിക്കും, അടുത്ത സെക്കൻഡ് ഇറ്റ് മേക്ക് യു ക്രൈ, അടുത്ത സെക്കൻഡ് ഇറ്റ് മേക്ക് യു ലാഫ്, അടുത്ത സെക്കൻഡ് ഇറ്റ് മേക്ക് യു വണ്ടർ വൈ വി ആർ ലിവിംഗ് ലൈക്ക് ദിസ്, വാട്ട് ഇസ് ദിസ് ലൈഫ്. ദർ ഇസ് സോ മെനി ഇമോഷൻസ് ഇൻ ദാറ്റ് മൂവി. ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഹൗ വാസ് യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഇമാജിൻ യു ആർ വർക്കിംഗ് ഓൺ ദാറ്റ് മൂവി. ആ ടൈം പീരീഡ് ആ സിനിമ പോലെയാണോ സുഷിന്റെ ലൈഫ്, ഓർ ഡു യു ഡിറ്റാച്ച് ഫ്രം ഇറ്റ്, ഓർ ആർ യു സംബഡി ആ സിനിമ തീരുന്നവരെ അതിനകത്തിരിക്കുന്ന ഒരാളാണോ? ഞാൻ ആ സിനിമ തീരുന്നവരെ അതിൻ്റെ അകത്തിരിക്കുന്ന ആളാണ്. ആ സിനിമയുടെ ഇമോഷനായിട്ട് തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മാലിക്കുന്നൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയങ്കര ഡാർക്കായിരുന്നു കുറച്ച് കാലം. സോ കുമ്പളങ്ങി പക്ഷേ ഐ ഡിഡ്ന്റ് ഗിവ് മീ ദാറ്റ് ഡാർക്ക് ഫീലിംഗ്, ബിക്കോസ് ഇറ്റ് ഗേവ് മീ മോർ ബ്രീസ്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് സെഡ് ഇൻ എ നൈസർ വേ. ലൈക്ക് ഭയങ്കര രസമായിട്ടാണ് ഓരോ അതിൻ്റെ അകത്തുള്ള എന്താണ് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ പറയുന്ന സ്പേസൊക്കെ ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള മ്യൂസിക് ആണെങ്കിലും ഐ വാസ് വിത്ത് ദ നൈസസ്റ്റ് ക്രൂ ആൻഡ് ടെക്നീഷ്യൻസ്. ലൈക്ക് ഇപ്പോൾ ശ്യാം പുഷ്കർ ആണെങ്കിൽ, മധു സി നാരായണാണെങ്കിൽ, സൈജു ശ്രീധർ, ഇവരെല്ലാവരും, ഫഹദ്, ഭയങ്കര രസമുള്ളൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഹൈ ആയിരുന്നു എൻ്റെ മെയിൻ. ആൻഡ് ബൗൺസിങ് ഐഡിയാസ് വിത്ത് ശ്യാം പുഷ്കറായിട്ട് ബൗൺസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് ഐഡിയാസ്. നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ ഇപ്പം ഉരുൾ തൊടും എങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം ഷെയ്ൻ്റെ ബോബി ക്യാരക്ടർ എന്ത് പാട്ടായിരിക്കും കേൾക്കുന്നത്, അവൻ എന്താണ് ഫ്രീ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലഗോൺ ചിൽ എങ്ങനെയായിരിക്കും വരുന്നത്, കാരണം പുള്ളി കേൾക്കുന്ന അങ്ങനത്തെ ട്രാക്സ് ആണെന്നുള്ളൊരു ഐഡിയ, വെരി ചിൽ, ഭയങ്കര സൈഡ് ട്രാൻസ് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെ. പക്ഷെ മറ്റേ ട്രാക്ക് മറ്റെന്നൊക്കെ പറഞ്ഞാൽ സൈലൻസ്, അത് വേറെ. പക്ഷെ പുള്ളിയുടെ വൈബ് അതാ. അപ്പം അതാണ് അതിൻ്റെ മെയിൻ സാധനം. അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് എന്ത് കേൾക്കുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മുടെ മെയിൻ ഡിസ്കഷൻ. അപ്പം അതിൻ്റെ ജാം സെഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ടൈം. സോ വെൻ ഐ തിങ്ക് അബൌട്ട് കുമ്പളങ്ങി നൈറ്റ്സ്, എനിക്ക് ആ ടൈം ഓർമ്മ വരുന്നത്. അതിലും ഞാൻ സ്ട്രെസ്സിലോട്ട് പോയ ടൈമൊക്കെ ഉണ്ട്, കാരണം വീട്ടിലത്തോടും ചെയ്യാൻ പറ്റുന്നില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല പാട്ട്. ഐ എം ട്രൈങ് 2-3 സോങ്സ്, ഒന്നും ഇവർക്ക് വർക്ക് ആവുന്നില്ല. പക്ഷെ 4ാമത്തെ ഒരു പാട്ട് കുമ്പളങ്ങി ഇത് വന്നപ്പം ഓക്കെ ആയിക്കും വീട്ടിലത്തോടും. ബട്ട് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഇസ് ചിറാതുകൾ. അത് ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ട്രാക്കാണ്. മനസ്സിന് പല പല പ്രശ്നങ്ങൾ വരും സംടൈംസ്. നമ്മുടെ ലൈഫിൽ ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ക്വിക്ക് സാൻഡ് പോലെയാണ്, നമ്മളിങ്ങനെ താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു കറക്റ്റ് മ്യൂസിക് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ ക്വിക്ക് സാൻഡിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ പോലെയാണ്, ഒരു പിടുത്തം നമുക്ക് കിട്ടും. എനിക്ക് അതുപോലെ സുഷിൻ്റെ കുറേ സോങ്സിലൊരു സോങ്ങാണ് ചെറാതുകൾ. അതെന്താണെന്നറിയില്ല, അതിൽ ലിറിക്സ് ആണോ, I don't know what it is. Something has really connected with me in that song. It's very soft on your ears, and
നത്തിങ് മറ്റേ അധികം അതെ, ചെവിയിൽ ചെവിയില് മറ്റേ കാക്കയുടെ തൂവല് ഇട്ട പോലെ. അതേപോലെ രോമാഞ്ചത്തിലേക്ക് വരുമ്പോ വേറെ തന്നെ. അയ്യോ, അതില് നമ്മുടെ ഈ മറ്റേ ആ പാട്ട്, അതിന്റെ പേര് ടൈറ്റിൽ ടൈറ്റിൽ ട്രാക്ക് ആയിരുന്നു. ഞാൻ റിപ്പീറ്റിൽ കേട്ടു. അത് കാറിൽ കേൾക്കണം ഗൈസ്. സുഷിന്റെ ചില പാട്ടുകൾ കാറിനകത്ത് ഫുൾ ബ്ലാസ്റ്റിൽ കേൾക്കുമ്പോഴാണ് അതിന്റെ ഫീല് കിട്ടുന്നത്. ശരിക്കും പെട്ടെന്ന് നമ്മൾ മറ്റേ ഫുൾ പവർ ആവും. അപ്പൊ ഓരോ മ്യൂസിക്കിനും ഒരു ഹീലിംഗ് പവർ ഉണ്ട്. ഓരോ ആൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുണ്ടാവും. സോ ആൻഡ് യു വിൽ നെവർ നോ വാട്ട് ഈസ് ദാറ്റ് സോങ് ഡൂയിങ് ടു അനദർ പേഴ്സൺ. As a music director, how important is it for you to listen to songs? For me it's important. എനിക്ക് എന്താ നടക്കുന്നതെന്ന് അറിയണം ഒന്ന്. പിന്നെ വേറെ എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ വരിക? ലൈക്ക് ഓഫ് കോഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പം നമ്മൾ വിഷ്വൽ ഇതിന്നൊക്കെ ഇൻസ്പിറേഷൻ വരും. പക്ഷേ നമ്മളെ ഇതേപോലെ ഇങ്ങനെ കുളിര് തോന്നിപ്പിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മ്യൂസിക്കാണ്. പിന്നെ വിഷ്വലാണ്. അങ്ങനത്തെ സ്ഥലം, ഭയങ്കര സ്ഥലം. പക്ഷേ ചെവിയും വിഷ്വലുമാണ് എൻ്റെ മെയിൻ രസമുള്ള കോമ്പിനേഷൻ. പിന്നെ ഫുഡ്, അത് പിന്നെ ഉണ്ടല്ലോ, ഡെയിലി ഉണ്ടല്ലോ. പക്ഷേ പുതിയ സാധനങ്ങൾ കേൾക്കുമ്പം എനിക്ക് ലൈക്ക് നമ്മൾ ചെയ്യാത്ത സാധനങ്ങളും ഉണ്ട്, അപ്പോൾ ഇതും എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തൊന്നും അല്ല, ഇനി എത്ര കിടക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ നമ്മൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആകും. ലൈക്ക് ഓക്കെ, ലൈക്ക് ദിസ് ലോട്ട് ടു ഡു. ലൈക്ക് ഇപ്പോൾ ജേക്കബ് കൊളിയർ ചില പാട്ടൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ലൈക്ക് ഹൗ ഹീ ഡസ് ദ ഹാർമണി ഒക്കെ കേൾക്കുമ്പോൾ ലൈക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സൗണ്ട്, ലൈക്ക് ഭയങ്കര റിച്ച് ഹാർമണി. നമ്മളെന്താണ് ഇതൊന്നും ചെയ്യാത്തത്, നമ്മളിപ്പോഴും ഭയങ്കര ബാക്കിലല്ലേ ഉള്ളതെന്നുള്ളൊരു തോട്ട് വരുത്താറുണ്ട്. ആ തോട്ട് എന്നെ എപ്പോഴും പുഷ് ചെയ്യുന്നതായിട്ട് തോന്നും, ടു ഡു സംതിങ് ബെറ്റർ ആൻഡ് പുട്ട് യു ഇൻ ദാറ്റ് സ്പേസ്. അതായത് നമ്മൾ എല്ലാം ആയി എന്നുള്ളൊരു ചിന്ത വരാതിരിക്കാൻ. പക്ഷേ സുഷിന് തോന്നിയിട്ടുണ്ടോ, ഇപ്പം എപ്പോഴും വെൻ യു ആർ വർക്കിംഗ് ഇൻ എ മൂവി, ആ മൂവിക്ക് ആവശ്യമുള്ള മ്യൂസിക്കാണ് സുഷിൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് സുഷിൻ എന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഇൻഡിപെൻഡന്റ്, ഫ്രീ ഓഫ് എനി, ദർ ഇസ് നോ ബോസ് ദർ. യു ആർ ദ ബോസ് ഓഫ് ദാറ്റ് സോങ് ആൻഡ് എവറിഥിങ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. Is it a movie or independent music? Where do you find more freedom or more happiness? കുറേ ഘടകമുണ്ട് ഇതിൽ. എന്താന്ന് വെച്ചാൽ, ഒന്ന് ഫ്രീഡം ഇസ് വൺ തിങ് ഐ റിയലി ലവ്. ലൈക്ക് യുനോ, ഭയങ്കര ഒരു ഇത് ഭയങ്കര നമ്മളൊരു ലിമിറ്റിൽ കൊണ്ടിടാണ്ട് എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഐഡിയ ഐ ലൈക്ക്. പക്ഷെ ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് സിനിമയിൽ വരുമ്പം. കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ട്. വെയിറ്റ് ചെയ്യേ, വരുന്നുണ്ട്, സാധനം വരുന്നുണ്ട്. എന്തൊരു പേഷ്യൻസ് അതൊക്കെ. എന്തായിരുന്നു നിൻ്റെ ചോദ്യം? എടാ, ഫ്രീഡം, where do you enjoy the most creation wise? സിനിമയിലാണോ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലാണോ? സുഷിൻ എന്ന ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്? സിനിമയിൽ ഞാൻ ഒരു ബാലൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്. അതായത് എനിക്ക് ആൾക്കാരിലോട്ട് ഇൻജെക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു ഏരിയ ഉണ്ട്. പക്ഷെ ദർ ഇസ് എ ബാലൻസ് ഓഫ് ഒരു കമേഴ്ഷ്യൽ സ്പേസ് വെയർ യു മേക്ക് ഇറ്റ്. ഇപ്പം റിപ്പീറ്റേഷൻ, ഒരേ മെലഡി റിപ്പീറ്റ് ചെയ്താലല്ലോ ഒരാൾക്ക് ഓർമ്മ നിൽക്കും. നമ്മൾ വേഴ്സ്റ്റ് ഇതെടുക്കുകയാണെങ്കിൽ ഇലുമിനാറ്റിനെ എടുത്തോ, ലൈക്ക് ഫോർ എൻ എക്സാമ്പിൾ. ഇലുമിനാറ്റി അത്രയും പ്രാവശ്യം, ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ഓക്കെ, എൻ്റെ തലയിൽ ഇതിപ്പോൾ ഇത് പോകുന്നില്ല, തലയിൽ ഫുൾ ടൈം ഇതുണ്ട്. ചെറിയൊരു ഇഞ്ചക്ഷൻ സാധനമാണല്ലോ അത്. അപ്പം ഞാൻ ആ ബാലൻസിലാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. ഇൻഡി സിറ്റുവേഷനിലോട്ട് വരുമ്പം ഐ ഫീൽ മോർ ഫ്രീഡം ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു മേക്ക് എനിത്തിങ് ക്യാച്ചി. ലൈക്ക് യുനോ, ക്യാച്ചി ഇല്ലാതെയും ആൾക്കാർ പാട്ട് കേൾക്കും. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എവറിബഡി വാണ്ട്സ് ടു സിങ്. എല്ലാവർക്കും കേട്ടുമിരിക്കാമല്ലോ, എന്തിനാണ് എല്ലാവരും അതിൻ്റെ കൂടെ പാടണം എന്ന് ഭയങ്കര, അത് ഒരു കമേഴ്ഷ്യൽ തോട്ടാണ്. ലൈക്ക് യുനോ, അത് സെല്ലിങ് പോയിൻ്റ് ആയതുകൊണ്ട് ആൾക്കാർ പാടണം, എന്നാലും അത് ഹിറ്റാവും എന്നുള്ള സാധനം. ഐ ലൈക്ക് ദ അതർ പാർട്ട് വെയർ യു ഡോണ്ട് ഹാവ് ടു ഫോഴ്സ് എനിത്തിങ് ടു ദ ഓഡിയൻസ്. ബട്ട് 1000 വട്ടം നമ്മളത് കേൾക്കും. സോ ഇപ്പോൾ റേൻ്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ജലമൗനം ഇസ് നോട്ട് സംതിങ് എവറിബഡി സിങ്സ്. ലൈക്ക് യുനോ, കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് മെലഡി. ഇറ്റ്സ് നൈസ് ടു ലിസൺ, കേട്ടിരിക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാം എന്നുള്ളൊരു സാധനം. സോ ഐ ലൈക്ക് ആ ഒരു ഏരിയ. ഐ ഡോണ്ട് വാണ്ട് ടു സിങ് അലോങ് ഓൾ ദ ടൈം.
So I like the other part more, the freedom side of things. That was a brilliant answer. നല്ലൊരു കൈഡി കൊടുക്കാം. സുഷൻ, ഐ നോ ദാറ്റ് സുഷൻ ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. എനിക്കും ഐ തിങ്ക് യു ആർ ആൻ ആംബിവേർട്ട്. maybe. ലൈക്ക് ചില സ്ഥലങ്ങളിൽ യു ആർ എക്സ്ട്രോവേർട്ട്സ്. ഞാൻ എൻ്റെ ഭയങ്കര കംഫർട്ട് സോണിലാണെങ്കിൽ ഞാൻ വൃത്തിയിട്ടാണ് ആണോ? എക്സ്ട്രോവേർട്ട്. എനിക്ക് ഇപ്പൊ ഇവിടെ ആംബി മതി കേട്ടോ. എന്താണ് ഇൻട്രോവേർട്ട് ആണ് എക്സ്ട്രോവേർട്ട് തോന്നുന്നു നീ എക്സ്ട്രോവേർട്ട് എക്സ്ട്രാ ടെറസ്ട്രിയൽ വേർഡാണ് ഞാൻ. ഇപ്പൊ ഞാൻ എൻ്റെ സൈഡിൽ നിന്നാണ് സംസാരിച്ചത്, പക്ഷേ ഫ്രം യുവർ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് ലെറ്റ്സ് ഹിയർ വാട്ട് യു ഹാവ് ടു സേ. എനിക്ക് സുഷിൻ ശ്യാമിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല ഇപ്പം നിലവിലുള്ള ഏറ്റവും നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിയുടെ പാട്ടൊക്കെ ഭയങ്കര നല്ലതാണ്. എന്റെ ഫേവറേറ്റ് സിംഗർ സുഷിൻ ശ്യാമാണ്. സുഷിൻ ശ്യാമൻ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുമ്പളങ്ങി നൈറ്റ്സിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സുഷിൻ ശ്യാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്സ് വരുന്നത് കുമ്പളങ്ങി നൈറ്റ്സിലാണ്. എടുത്തു പറയാനായിട്ട് ഭീഷ്മപർവത്തിൽ തന്നെ ഒരുപാട് BGM-ഉം സോങ്സും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് കുമ്പളങ്ങി നൈറ്റ്സിലെ ചിരാതുകൾ എന്ന് പറഞ്ഞ സോങ് ആണ്. അതിലെ സോങ്സ് എല്ലാം വരുന്നത് ഭയങ്കര കാമായിട്ട് നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. എത്ര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും ആ സോങ്സ് കേൾക്കുമ്പോൾ ഭയങ്കര കാമിങ് ആണ്. എനിക്ക് സുഷിൻ ശ്യാമിന്റെ തീരമേ എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സുഷിൻ ശ്യാമിന്റെ ആവേശത്തിലെ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അതൊക്കെ അതുപോലെ തന്നെ കൺസ്കോട്ടിലെ സോങ്ങും BGM ഒക്കെ അടിപൊളിയായിരുന്നു. സുഷിൻ ശ്യാമിന്റെ എന്റെ ഫേവറേറ്റ് സോങ് ചെരാതുകളാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ മറ്റേ കുമ്പളങ്ങിയിലെ ആ ചെരാതുകള്, അതാ എപ്പോഴും കിടക്കാൻ നേരത്തെ ആ പാട്ടൊക്കെ കേട്ടോ കിടക്കുന്നത്. സുഷിൻ ശ്യാമിന്റെ മാലിക്കിലെ മ്യൂസിക്സ് ഒക്കെ വളരെ നല്ലതാണ്. അതിന്റെ BGMs ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നൈസാണ്. എനിക്ക് സുഷിൻ ശ്യാമിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയിലെ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ഉയിരിൽ തോടും തണൽ നിഴലാവണിയും ആ ഒരു പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മൈ ഫേവറേറ്റ് സോങ് ഫ്രം സുഷിൻ ഇസ് എഴുതാക്കഥ. എനിക്ക് സുഷിൻ ശ്യാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ആവേശം മൂവിയിലെ പാട്ടൊക്കെ ആയിരുന്നു. എല്ലാം വളരെ നല്ല പാട്ടായിരുന്നു. അതാണ് എന്റെ ഫേവറേറ്റ്. റെയിൻ എന്നുള്ള പാട്ട് അതിന്റെ വീഡിയോ ആണ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തത്. പാട്ട് ഫസ്റ്റ് തന്നെ പ്ലേലിസ്റ്റ് കയറി. റീസെന്റ് ഉള്ള വീഡിയോ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. BGM എല്ലാം അത്യാവശ്യം നല്ലത് തന്നെ. പിന്നെ BGM ഒക്കെ അടിപൊളിയാ. പിന്നെ ആളുടെ വോയിസ് ഒക്കെ നല്ലതാണ്. ബേസിക്കലി കൊള്ളാം, നല്ലതാണ്. ബേസിക്കലി കൊള്ളാം. ആളുടെ കുഴപ്പമില്ല. എടാ ഭയങ്കര കാര്യം ഇത്. ബിക്കോസ് നമ്മുടെ പയ്യന്മാർ ഇവിടെ പുറത്തു പോയി ഇത് വീഡിയോ എടുക്കുമ്പോ the fact that they are ready to talk about you, ഇത്രയും കിട്ടുന്നത് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് വരുമ്പോഴല്ലേ നമ്മള് ഇങ്ങനെ സംസാരിക്കുക വാദോരാണ്ട്. ഇവര് പറയായിരുന്നു ചേച്ചി കുറേ പേര് they are all coming forward to talk about സുഷിൻ. സോ നല്ലൊരു കൈഡി വൺസ് അഗൈൻ for സുഷിൻ. കുറെ ഓഡിയൻസിന് എങ്ങനെ ഒപ്പിച്ചത്? എടാ ഇതൊക്കെ എന്റെ പിള്ളേരടാ ഓഡിയൻസ്. ആക്ച്വലി യു നോ വാട്ട് സുഷിൻ, ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു ബി യു. ബിക്കോസ് സുഷിൻ അത് അറിയുന്നുണ്ടാവും, ചിലപ്പോൾ അറിഞ്ഞിട്ട് അറിയാതെ പോലെ ഇരിക്കുമായിരിക്കും. യു ആർ ആക്ച്വലി എ ലെജൻഡ്. ഇപ്പം നമ്മൾ പറയുന്നു AR റഹ്മാൻ എന്ന് പറയുന്നു. ഓക്കെ, ഹി ഓൾസോ ഹാഡ് എ ബിഗിനിങ് സ്റ്റേജ്. ഹി ഓൾസോ ഡിഡ് സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് യുണീക്ക്. ആൻഡ് ഇത് അതേ ഒരു ഫീലിലാണ് ഞാൻ സുഷിനെ കാണുന്നത്. ബിക്കോസ് ടു മേക്ക് മ്യൂസിക് ആൻഡ് ഓൾ അതൊരു ഭയങ്കര കഴിവാണ്, അത് ഒരു ഗിഫ്റ്റാണ്. എല്ലാവർക്കും കിട്ടാത്ത ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ആൻഡ് ഒരു ഇത്രയും പേര് പറഞ്ഞില്ലേ ഐ ലവ് ദിസ് സോങ്, ഞാൻ ഉറങ്ങുമ്പോൾ ഈ പാട്ടാണ് കേൾക്കുന്നത് ഞാൻ. സോ ടു ക്രിയേറ്റ് മ്യൂസിക് ദാറ്റ് ലിവ്സ് വിത്ത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഒരു സിനിമ നമ്മൾ എത്ര പ്രാവശ്യം കാണും? ഞാൻ എൻ്റെ ഫേവറേറ്റ് മൂവി പോലും നമ്മൾ മാക്സിമം ഒരു 4-5 വട്ടം കാണും. പക്ഷെ ഒരു ഫേവറേറ്റ് സോങ് നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കും? കുറേ പ്രാവശ്യം കേൾക്കും. ആൻഡ് ലൈഫ് ലോങ് കീപ് ഓൺ ലിസ്ണിംഗ് ടു ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈംലെസ് ആണ്. ആൻഡ് ഐ തിങ്ക് ഓൾ യുവർ സോങ്സ്. ഇതിൻ്റെ ഇടയിൽ ദേ വർ ടോക്കിംഗ് അബൌട്ട്, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, മമ്മൂക്ക പോലത്തെ ഒരാള് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ, അത് കണ്ണൂർ സ്ക്വാഡ് ആവട്ടെ, ഭീഷ്മ ആവട്ടെ, ഇദ്ദേഹത്തിന് വേണ്ടി when he is on screen and you're creating music for him, how does it feel like growing up watching these legends and then working with these legends? How does it feel ingante oru position il nikkumbo? I don't know, I just love him like as a person. ഇത്രയും പറ്റൊരു ആക്ടറൊക്കെ ആയിട്ട് പുള്ളി I feel like you know the amount of respect he gives for ഇപ്പം എന്നെ പോലത്തെ ഒരു യങ് ആയിട്ടുള്ള ഇപ്പം
ഞാൻ പുള്ളിയുടെ മമ്മൂക്കയുടെ ഒരു ഭീഷ്മൊക്കെ ചെയ്യുമ്പം ലൈക്ക് ഇങ്ങനെ വന്ന് വരുന്നല്ലേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് ഗ്രേറ്റ് ഫാദർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ മമ്മൂക്കനെ മീറ്റ് ചെയ്യുന്നത് ഭീഷ്മയുടെ ടൈമിലാണ്. പക്ഷെ പുള്ളി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സാധനമൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ലൈക്കിനു നമ്മൾ പ്രസ് മീറ്റിലൊക്കെ ഇരിക്കുമ്പം മറ്റേത് സുഷിൻ ഷാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം കിട്ടുമ്പം ഐ ഫീൽ ലൈക്ക് ഹീസ് ടോക്കിംഗ് ഫോർ മീ. ലൈക്കിനു പുള്ളി പൊളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ഐ ഫീൽ മറ്റേ ചെറിയ സാധനം കിട്ടും. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിനെ. ലൈക്ക് ആസ് എ പേഴ്സൺ, ദ വേ ഹീ ട്രീറ്റ്സ് പീപ്പിൾ ഇസ് സംതിങ് എവറിബഡി ഷുഡ് ലേൺ. ലൈക്ക് വെൻ യു റീച്ച് എ പൊസിഷൻ, ലൈക്ക് ഹൗ യു സീ താഴെ ഇരിക്കുന്ന ആൾക്കാരെ, ലൈക്ക് ഓരോ സ്റ്റേജിലുള്ള ആൾക്കാരുണ്ടല്ലോ, സോ ഹൗ യു ട്രീറ്റ് ദം ആൻഡ് ഓൾ ദാറ്റ് ഷുഡ് ലേൺ ഫ്രം ലെജൻഡ്സ് ലൈക്ക് ഹിം. ഇറ്റ്സ് നൈസ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ടാലൻറ്റിനെ പറ്റി ഞാൻ ഡിസ്കഷനിലോട്ട് വരുന്നുള്ളൂ. ലൈക്ക് യു ബി ദ ബെസ്റ്റ് ഹ്യൂമൻ ബീങ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട്. ബട്ട് ആസ് എൻ ആക്ടർ യെസ്, ഭീഷ്മയില് ലൈക്ക് പുള്ളി തന്നെ എനിക്ക് തരുന്നുണ്ട് സാധനം സ്ക്രീനിൽ നിന്ന്. ലൈക്ക് ഹീസ് ഗിവിംഗ് മീ ഓൾ ദ സ്വാഗ് ആൻഡ് ഈവൻ ദ ഫസ്റ്റ് ഇൻട്രോ സീൻ ഐ ഡിഡ്. ആ മ്യൂസിക് ഒന്ന് വെറുതെ ഹം ചെയ്തേ എനിക്ക്. മറ്റേ പരദേശിലുള്ള Can you believe the guy who made that song is right here in front of us? എല്ലാരും നല്ല കൈയെടുത്ത്. മ്യൂസിക് പ്ലേസ്. നമ്മുടെ ഇവിടെ ബോർഡുണ്ട്, വൈറ്റ് ബോർഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം നമ്മളൊരു വീഡിയോ ഇറക്കുമ്പോൾ അതിൽ മ്യൂസിക് ആണ്. മ്യൂസിക് ഇസ് ദ സോൾ ഓഫ് എനി വീഡിയോ. മ്യൂസിക് ക്യാൻ ബ്രേക്ക് ഓർ മേക്ക് എ മൂവി എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. എത്രയോ സിനിമകൾ രക്ഷപ്പെട്ടു പോയത് അവരുടെ പാട്ടുകൾ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ കണ്ടിട്ടുമുണ്ട് അവരുടെ മ്യൂസിക് ആൻഡ് BGM കാരണം എത്രയോ സിനിമകൾ ആൾക്കാരിലേക്ക് എത്തിയത്. സിനിമ വീക്ക് ആകുമ്പോഴാണ് നമ്മൾ മ്യൂസിക്കിലോട്ട് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടി വരാറുണ്ട്. ലൈക്ക് ഓഫ് കോഴ്സ് സിനിമ ഹിറ്റ് ആക്കണല്ലോ, വേറെ വഴിയില്ല. പക്ഷെ കാരണം മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്താണല്ലോ ഇത് ലാസ്റ്റ് വന്ന് എത്തുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മിക്സിംഗ്, റിലീസ്. അപ്പം അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും മറ്റേ ഡബിങ്ങിൽ ശരിയാക്കാം, ഇതിൽ ശരിയാക്കാം, അതിൽ ശരിയാക്കാം എന്ന് പറഞ്ഞ അവസാനം മ്യൂസിക്കിലാണ് ലാസ്റ്റ് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്, നീ ശരിയാക്കുമല്ലോ അല്ലേ. അപ്പം ഐ ഫീൽ മിക്ക പടത്തിലും അങ്ങനെ ഒരു കുറച്ച് എക്സ്ട്രാ ആ പടത്തിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ടി വരും. ചില പടത്തിന് അത്ര ആവശ്യം വേണ്ടി വരില്ല. ആവേശത്തിൽ ലാസ്റ്റ് ഒരു ഫഹദിന്റെ ഒരു ഫുൾ സീക്വൻസ് ഉണ്ടല്ലോ, അപ്പൊ അതിന് നമ്മൾ കുറച്ച് ചെറുതായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വാട്ട് ഐ ലൈക്ഡ് അബൌട്ട് ജിത്തു വാസ് ലൈക്ക് ഹി കെയിം ആൻഡ് ഹി സെഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലൈമാക്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സീനാണ്. ലൈക്ക് എല്ലാവരും കൊല്ലിടാന്ന് പറഞ്ഞിട്ട് വെട്ടാൻ വേണ്ടി വരുന്ന സാധനം. നമ്മൾ അതിന്റെ മുമ്പ് പുള്ളി ചെറുതായിട്ട് ഇമോഷണൽ ആയിട്ട് കരയുന്ന സ്ഥിതി ഐ ജസ്റ്റ് കുറച്ച് ഇങ്ങനെ നമ്മൾ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ജിത്തു ജസ്റ്റ് ഇറ്റ് വാസ് ലൈക്ക് വേണ്ട, എനിക്ക് മ്യൂസിക് വേണ്ട ഇവിടെ. ലൈക്ക് അപ്പം അന്ത ജിത്തു മ്യൂസിക് വേണ്ടത് ഇല്ല, എനിക്ക് ഇവിടെ ഐ ഡോണ്ട് വോണ്ട് ടു സജസ്റ്റ് ഇയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. ലൈക്ക് if you put a sad music, we are confirming that it's a sad scene. So തിയേറ്ററിലോട്ട് വന്നപ്പം I saw people laughing and I saw people crying together. അപ്പം ആൾക്കാരാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഇതെങ്ങനെ എടുക്കണമെന്നുള്ളത്. സോ ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി ഐ ഫീൽ. ലൈക്ക് ബീങ് എ ഡയറക്ടർ സൈലൻസ് കൊടുക്കാം നമുക്ക്, ആൾക്കാർ വിചാരിക്കട്ടെ എന്താ വേണ്ടതെന്നുള്ളത്. അപ്പം so that's the thing with giving music and not giving. You learned that from Jittu our moment. ഇത് പല ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഓരോ സാധനങ്ങൾ പഠിക്കാറുണ്ട്. അമലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പല സാധനം പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ഫ്രം എവറി ഡയറക്ടർ, ലൈക്ക് ചിദംബരത്തിനാണെങ്കിലും മഹേഷ് നാരായണാണെങ്കിൽ എല്ലാവരുടെ അടുത്തു നിന്നും ഓരോരോ ചെറിയ ചെറിയ ടിപ്സ് ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ അടുത്ത ഏതെങ്കിലും പരിപാടിയിൽ യൂസ് ചെയ്യും. ഇനി അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടെല്ലാം ചോദ്യം ചെയ്യണമെന്നില്ല. എടാ ഞാൻ വളരെ ഇൻവോൾവ് ആയിട്ട് ഞാൻ ആക്ച്വലി ആ കസേരയിലായിരിക്കുന്നേ. ഞാൻ ഇതിൽ അങ്ങ് പറഞ്ഞു ഡാർക്ക് ആയിരുന്നെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ ഞാൻ. മാലിക്കിൽ എന്താണ് ഞാൻ പഠിച്ചത്? മാലിക്കിൽ വാട്ട് എന്നെ മഹേഷ് ഇങ്ങോട്ട് ഇൻസ്പയർ ചെയ്ത സാധനം ഇസ് ദ വിഷ്വൽ ഓഫ് ദാറ്റ് സോങ് വിച്ച് ഐ നെവർ എക്സ്പെക്റ്റഡ്. അങ്ങനെ ഒരു വിഷ്വലാണ് വരാൻ പോകുന്നത്. ഇപ്പം തീരമേല് മഹേഷ് ആ പാട്ടിനെ എങ്ങനെയാണ് കണ്ടതെന്നുള്ളൊരു സാധനം, ലൈക്ക് ഹൗ ഐ മേഡ് ഹിം ലിസൺ. ഇത് ഇപ്പം ഇതൊന്ന് കേട്ട് നോക്കും, ഒരു സാധനം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല, ഒന്ന് കേട്ട് നോക്കുന്നൊക്കെ പറയുമ്പോൾ പുള്ളി സാധനം ഫുള്ളി ഇങ്ങനെ ഇരുന്ന് കേട്ട് ഇത് മച്ചന് ഹിറ്റാണ് എനിക്ക് തീരമേലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തുടക്കമാണ്.
Yeah, so he gave me that idea. Like, പുള്ളി വന്ന് നമുക്ക് ലക്ഷദ്വീപിൽ ഇങ്ങനത്തെ ഈ കല്യാണത്തിന് മുമ്പ് പാടുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട്. പുള്ളി ഇതിന്റെ ആളാണല്ലോ, മറ്റേ റിസർച്ച് ആയിട്ടൊരു പെൻഡ്രൈവ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സാധനം. അപ്പൊ അതിൻ്റെ അകത്ത് പുള്ളി ഒരു റൂമിൻ്റെ അകത്ത് ആൾക്കാർ ഇങ്ങനെ ഈ സാധനം കേട്ട് ലൈക്ക് ഓക്കെ ദിസ് ഇസ് എ നൈസ് വേ ടു സ്റ്റാർട്ട് എ സോങ്. ലൈക്ക് അപ്പം ഐ ടുക്ക് ദ സെയിം ഐഡിയ. എന്നിട്ട് നമ്മൾ അൻവർ അലീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ നമുക്ക് റിയൽ ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി കോൾ സമ്മൺ ഇൻ ലക്ഷദ്വീപ്. ഹി ഹെൽപ്ഡ് us ടു ഫൈൻഡ് ദ റിയൽ ലിറിക്, എന്താണ് അവർ പാടുന്നത് എന്നുള്ള സാധനം അവർ അൻവർ അലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ സാധനം നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ അതന്നെ വെച്ച് എന്നിട്ട് അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് തീരമേ എന്നുള്ളൊരു ഐഡിയ. അല്ലെങ്കിൽ ഇഫ് അതില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇതായിരിക്കില്ലായിരുന്നു പാട്ട്. പാട്ട് ഇതേ ആയിരിക്കില്ല, ലൈക്ക് മേ ബി വേറെ പാട്ടിലോട്ട് പോയാലേ. പക്ഷെ പുള്ളിയായിട്ട് ഇട്ടെന്നൊരു സാധന, ഒരു ചെറിയ വിത്ത് ഇതാ നീ മുളപ്പിച്ചോന്ന് പറഞ്ഞു. ക്ലാരിറ്റി, ഒരു ആക്ടറിന് കിട്ടുന്ന സെയിം ക്ലാരിറ്റി ഒരു മ്യൂസിക് ഡയറക്ടറിനും വേണം. ഇപ്പൊ ഒരു സീൻ പറയുമ്പോൾ എനിക്ക് ഇതാണ് വേണ്ട, ഇതാണ് ഇമോഷൻ എന്ന് പറയുന്ന ആ ഒരു ക്ലാരിറ്റി ഇഫ് എ ഡയറക്ടർ ഹാസ് വിത്ത് ദ മ്യൂസിക് ഡയറക്ടർ. സോ ലൈക്ക് ഇപ്പം സൗബിനെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, സൗബിന്റെ മറ്റേ ഗേറ്റ് പൊളിച്ചു വരുന്ന സീനിലും അമൽ നീരദിന്റെ ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനീഷ്യലി ചെയ്ത സാധനം വാസ് എ ഇമോഷണൽ ബീജിയം. Like there's emotion in it, but there was something missing. And പുള്ളി അത് കണ്ടിട്ട് മച്ചന് എന്തോ മിസ്സിങ് ഉണ്ട്. പുള്ളി അത് നമുക്ക് വേണ്ടത് ഒരു ഇമോഷണൽ ഹീറോയിസ് ആണ്. That's what exactly what he said. So like okay, so ഹീറോയിസ് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു പവറും കൂടെ വരണം. Like there has to be little style in it, but it has to be emotional at the same time. ഭയങ്കര ചാലഞ്ചിങ് അങ്ങനത്തെ ഒരു ക്രാക്ക് ചെയ്യാൻ ആ ഒരു ഇമോഷൻ വിത്ത് യു ഗെറ്റ് ഗൂസ് ബംസ് വിത്ത് ദ സ്റ്റൈൽ ആൻഡ് എവറിത്തിങ്. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം പുള്ളിക്ക് ആ സാധനം കിട്ടിയപ്പോ പുള്ളി തംസ് അപ്പ് ഉണ്ടായിരുന്നു ബാഗിൽ. I think your first award is when ഒരു director says thumbs up. No, അതാണ് for you. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന വേറെ ഒന്നുമില്ലല്ലോ. ഓഫ് കോഴ്സ് ഡയറക്ടറിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം, പിന്നെ ഓഡിയൻസിലോട്ടാണല്ലോ ഇത് പോകുന്നത്. പിന്നെ അത് നമ്മൾ തിയേറ്ററിലാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ അവിടെ പോകുമ്പം ഈ പുള്ളി ഇങ്ങനെ കാണിച്ചതിൻ്റെ 100 times ലൗഡായിട്ടാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് ആവുന്നത്. ദാറ്റ്സ് ദ ഓൺലി ഹൈ യു ഗെറ്റ് അതർ ദാൻ മണി. ലൈക്ക് തിയേറ്ററിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഇത് വാവ് അവർക്ക് ആ ഒരു ഇമോഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഞാനും ലിറ്റിലും ഭരത്തിന്റെ ലാസ്റ്റ് 20 minutes കണ്ടപ്പോൾ ആൾക്കാർ എക്സൈറ്റഡ് ആവുന്നുണ്ട്. നമ്മൾ രണ്ടാളും വി ആർ ലൈക്ക് ദാറ്റ് സ്മോൾ കിഡ്സ് ഹു ഗോട്ട് റിയലി എക്സൈറ്റഡ് ബൈ ദിസ്. ഓഡിയൻസ് എല്ലാവരും കയ്യിൽ നിന്ന് പോയിക്കൊണ്ട് കൈ അടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് ഇടിക്കുക. അപ്പോൾ യു ആർ ലൈക്ക് ഓക്കെ വി ക്രാക്ക്ഡ് ഇറ്റ് എന്നുള്ളൊരു സാധനം. ലൈക്ക് യു ഗെറ്റ് ലിറ്റിൽ ടിയേഴ്സ് വിത്ത് ദ ജോയ്. That's the biggest award you can get. That's the biggest award I feel. അതല്ലാണ്ട് വേറെ എന്താണ് ഹൈ? അല്ലാണ്ട് ഒന്നുമില്ല. ഇതാണ് ഏറ്റവും വലിയ ഹൈ. When it comes to genres, like ഇതിപ്പോ തന്നെ you've done all kinds. ഇപ്പൊ കുറുപ്പാവട്ടെ, ഇതില് you did മിന്നൽ മുരളി. മിന്നൽ മുരളിയിൽ നമ്മൾ ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് എ സൂപ്പർ ഹീറോ മൂവി, പക്ഷെ ഒരു ഇന്ത്യനൈസ്ഡ് മലയാളീകരിച്ച ഒരു വേർഷൻ ഓഫ് എ സൂപ്പർ ഹീറോ. അപ്പൊ അവിടെ മ്യൂസിക് ഇടണം. സൂപ്പർ ഹീറോയിൽ നമുക്ക് ആകെയുള്ള റെഫറൻസ് എല്ലാം ഹോളിവുഡിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണ് മിന്നൽ മുരളിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള സൗണ്ട് ട്രാക്സും നമ്മളെ എന്താ പറയാ പിടിച്ചിരുത്തുന്ന പോലത്തെ സൗണ്ട് ട്രാക്സ്? വാട്ട് വാസ് യുവർ പ്രോസസ് ഇൻ ക്രിയേറ്റിംഗ് മ്യൂസിക് ഫോർ മിന്നൽ മുരളി? മിന്നൽ മുരളിയിൽ ഞാൻ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണ് വന്നത്. ലൈക്ക് പക്ഷെ അത് ചെയ്ത് വന്നപ്പം ഇതേപോലെ ജാം ചെയ്ത് നമ്മൾ കുറച്ച് പാട്ടുകൾ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് തീമിന്നല് ലൈക്ക് ഐ വർക്ക് ഇവിടെ ഞാൻ വയനാട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്തത്. ബിക്കോസ് കൊറോണ ടൈം ആൻഡ് ഓൾ ദാറ്റ് ഐ വാണ്ടഡ് എ ബ്രേക്ക് ഫ്രം ഇവിടുന്ന്. അപ്പം ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ ബേസിലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബേസിലായിട്ട് ലൈക്ക് അങ്ങനെ ഒരു കളിക്കുടുക്ക ബാലരമ റെഫറൻസ് ആണ് നമ്മുടെ ഒരു അതിന്റെ ലിറിക് സ്പേസിലിരിക്കുന്നത്. അപ്പൊ ബേസിൽ മനുവിന്റെ അടുത്തും വിളിച്ചിട്ട് ഒരു അങ്ങനത്തെ ഒരു വിഷ്വലാണ് നമുക്ക് കിട്ടണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ താനന്നൊക്കെ പറഞ്ഞ് പാടി അയച്ചു കൊടുത്ത് ബേസിന്റെ സാധനം ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് നമുക്ക് മനുവിനെ വിളിച്ചിട്ട് കോൺഫറൻസ് അങ്ങനെയൊക്കെ ഇട്ട് അപ്പൊ നമുക്ക് ഇത് അങ്ങനെ ബാലരമ എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഹി ഗോട്ട് ബാക്ക് വിത്ത് തീ മിന്നൽ തിളങ്ങി ഞാൻ പാടി നോക്കി.
പാടി നോക്കിയപ്പം സാധനം അടിപൊളിയായിട്ട് വന്ന്. ആൻഡ് ഇസ് ദർ എ ജോണർ ദാറ്റ് യു വോണ്ട് ടു എക്സ്പ്ലോർ? ഇപ്പം നമ്മൾ ഇതുവരെ എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ്, പക്ഷേ എനിക്ക് ഇതല്ല എൻ്റെ റേഞ്ച്, കുറച്ചും കൂടി എനിക്ക് ആ ഒരു റേഞ്ചും കൂടി എനിക്ക് പിടിക്കാൻ പറ്റും, ബട്ട് ഐ എം നോട്ട് ഗോട്ട് ആ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല, ആ ജോണർ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരു ജോണർ. ഞാൻ ഇപ്പോഴും നല്ലൊരു ആക്ഷൻ പടം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ലൈക്ക് ഐ ഫീൽ ലൈക്ക് യു നോ ലൈക്ക് ഫുൾ ഓൺ. Give me an example of an action movie that you're talking about. ജോൺ വിക്ക്. ഓ, ഇന്നലെ ശ്രീനി ഞാനും ജോൺ വിക്ക് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ശ്രീനിക്ക് ഇത് ജോൺ വിക്ക് വെറുതെ കാണും, ഇടയിന്നൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കും. പറയുന്ന ജോൺ വിക്ക് കുറച്ചും കൂടെ പഴയ ജോൺ വിക്കാ, അതായത് നോട്ട് ദ ന്യൂ ജോൺ വിക്ക്. പട്ടിച്ചത്ത ആദ്യം പട്ടിച്ചത്ത് അല്ലെങ്കിൽ ഒരു നോബഡി പോലത്തെ ഒരു, അല്ലെ അതും ജോൺ വിക്ക് പ്രൊഡക്ഷൻ അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തന്നെയാന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഫുൾ ഓൺ ഒരു ആക്ഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഒരു ആക്ഷൻ മലയാളത്തിൽ ഇറങ്ങാത്ത പോലെ തോന്നി എപ്പോഴും. ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബ്ലഡി, ലൈക്ക് യു നോ ഫുൾ ചോര തെറിപ്പിക്കൽ ആക്ഷൻ അല്ല, ലൈക്ക് പ്രോപ്പർ ആക്ഷൻ, ആക്ഷൻ. പിന്നെ എപ്പിക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു പഴയ സാധനം ചെയ്താൽ, ഇപ്പൊ പണ്ട് ഉറുമിയൊക്കെ വന്ന പോലത്തെ ഒരു ആ മൂഡിലോട്ട് ഉള്ള അങ്ങനത്തെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഐ നീഡ് ടു ട്രൈ സംതിങ് ന്യൂ, ലൈക്ക് യു നോ സംതിങ് ഓൾറെഡി ഇവിടെ ഇറങ്ങാത്ത സൈഫൈ ഏരിയയിലോട്ട് മലയാളം ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത പോലെ തോന്നിയിട്ടുണ്ട്. Out of all the songs that you've done, your favorite song? ഞാൻ എല്ലായിടത്തും പറഞ്ഞതാണ് എന്റെ ഫേവറേറ്റ്. ഞാൻ കേട്ടില്ല. ആണോ? കേൾപ്പിച്ചേരട്ടെ. പറ. ചെരാതുകൾ. ആ എത്ര ഞെട്ട നീ നേരത്തെ പറഞ്ഞതാ. ചെരാതുകൾ ഇഷ്ടം. പിന്നെ ഐ ലൈക്ക് തായ്മനം, ഇപ്പൊ അടുത്ത് ചെയ്ത സാധനമുണ്ട്. ഐ ലൈക്ക് നെബുലകൾ, ലൈക്ക് മോള് ചെറിയ ഡ്രം ആൻഡ് ബേസ്. ആ ഗിറ്റാർ എടുക്ക്, പേളിയുടെ പ്രൊഡക്ഷൻ ഗിറ്റാർ എടുക്ക്. ആക്ച്വലി അത് മൊത്തമായിട്ട് എടുത്തോണ്ട് വരാനല്ല, അതിനകത്ത് ഗിറ്റാർ മാത്രം തന്നാ മതി. ആ തുറക്കാനുള്ള ബുദ്ധി അവരില്ല. എടാ ഇത് എത്ര വർഷം പഴക്കമുള്ള ഗിറ്റാർ? നീ അതിന്റെ കവർ തന്നെ ജഡ്ജ് ചെയ്യണ്ടാവും. Don't judge a book by the cover. ലിറ്ററലി. ഓ ആ ട്യൂണിങ് ഞാൻ പറയാ മറ്റേ ക്ലിപ്പ്. ട്യൂൺ ചെയ്യട്ടെ, നിനക്ക് സമയം എടുക്കും. നീ എല്ലാരെയും ട്യൂൺ ചെയ്യോടാ? പുട്ട് എങ്ങനെയാ നീ വൈഫിനെ ട്യൂൺ ചെയ്ത? റോൾ ചെയ്യാത്ത നന്നായിന്ന്. ഇത് റോളാ, ഇതല്ല ഇങ്ങനെയല്ല ഇടുന്നെ. എങ്ങനെ ട്യൂൺ ചെയ്ത? നല്ല കുട്ടി കേട്ടാ, എന്റെ സുന്ദരി കൊച്ച്. ആര്? വൈഫ്. ഞാൻ അവളെ എങ്ങനെ ട്യൂൺ ചെയ്തെന്നോ? ആ അത് കേട്ടു അല്ലേ. ആരെയാണ് ട്യൂൺ ചെയ്തത്? എനിക്കൊന്ന് അവളെ എന്നെ ട്യൂൺ ചെയ്തെന്നു. I might have to clarify this in future. ആദ്യം ഞാൻ അവളെ ട്യൂൺ ചെയ്ത, പിന്നെ അവളെ എന്നെ ട്യൂൺ ചെയ്ത. എൻ്റെ ഡാഡി പറയും ആമ്പിള്ളേരായ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഗിറ്റാറാണെന്ന്. എവിടെ ചെന്നാലും ഇംപ്രസ് ചെയ്യാലോ. എന്റെ പപ്പയുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഇത്, ഇംപ്രസ് ചെയ്യണതാ. ഈ ഗിറ്റാർ ബാക്കിൽ തൂക്കിട്ട് കോളേജിൽ പോകുന്ന. നെഞ്ചുക്കൾ പെയ്തിടാമൂടല്ലേ, ചുരുളമുടിയും. എന്ത് എന്റെ അത്രല്ല. ഓ അപ്പൊ most of your life is like this. Tuning. This is your background score of your life. Yeah. ഞങ്ങള് കേൾക്കുന്നത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. സത്യം. ഇനി എന്തായാലും നോക്കട്ടെ. എന്താണ് നിനക്കിപ്പോ? എന്തെങ്കിലുമൊക്കെ ചെറാതുകളിൽ തുടങ്ങാടാ. ഞാൻ ലിറിക്സ് ഒക്കെ എടുക്കട്ടെ. നീ പാടല്ലേ? ഇതിനാണ് നീ എന്നെ ഗിറ്റാർ എടുപ്പിച്ചേ. എടാ ഇറ്റ് ഷുഡ് ഒരു മിനിറ്റ് ഇൻ ദ എപ്പിസോഡ് ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് നീ എന്നെ ഫോഴ്സ് ചെയ്ത് പാടിപ്പിച്ചു. കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ വരുമല്ലോ അല്ലേ? എങ്കിലേ തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ ഫോഴ്സ് ചെയ്തുകൊണ്ടല്ലേ ഞാൻ പാടിയേ. ആ ഒരു ഡയലോഗും കൂടി എനിക്ക് ലാസ്റ്റിലാണ്. ഇനി ഇത് കുടിച്ചാൽ തൊണ്ടവേദന എടുക്കും, തണുത്ത് കോൾഡ് കോഫി. എടാ കോപ്പി റൈറ്റ് വരുമോടാ? ഇല്ലല്ലോ. ഞാൻ പാടി വരും, അവര് കഴിക്കും ഒറിജിനൽ ട്രാക്കാന്ന്. അതെങ്ങനെയുണ്ട്? നീ പാടുവോ? നീ പാടണം. നീ എനിക്ക് വേണ്ടി പാടുവോ? പേളി ഈ പാട്ട് ലിറിക്സ് ഒക്കെ റെഡി ആണല്ലോ. പ്രീ പ്ലാൻഡ് മർഡർ എന്നൊക്കെ. എടാ എന്റെ ഹുക്ക് ഊരിപ്പോയി, ഒന്ന് ഹുക്ക് ഇട്ട് വരും എന്റെ ട്യൂണിങ്ങിൽ. ഞാൻ പാടുമ്പോ നീ ഞെട്ടരുത് കേട്ടോ. അത് അത്രയും താഴെ പോണോ? അത് താഴെയാണോ? ഇച്ചിരി മുകളിലേക്ക് വാ. ഓ താഴെയാണ് നല്ല അല്ലേ? ഓക്കെ.
എന്താ മൂഡ് എന്താ മൂഡ്? ഇപ്പൊ ഇമാജിൻ ഐ മീൻ യുവർ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഒരു പുതിയ പാട്ട് കയറി, ഒരു ഗായിക, ഒരു ആസ്പയറിംഗ് ഗായിക, ഹൗ ഡു യു ഗിവ് യുവർ ലിറിക്സ് ഒക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? മോളെ ഇത് പാട്, ഇങ്ങനെ പാട്, എങ്ങനെ പറയാം? മോളെ പേളിന്ന് വിളി, ചേച്ചിന്ന് വിളി. മുടി എങ്ങനെ ഇടണം? അതാണത്. നീ കോപ്പി അടിക്കാറില്ല? ഞാനും കണ്ടിട്ട് എല്ലാരും മിസ്റ്റർ ബീസ്റ്റിനെയൊക്കെ കോപ്പി അടിച്ചിട്ട് ഇവിടെ ഇൻസ്പിറേഷൻ. സ്കൂളിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ നീ? ഇല്ല, ആരും കാണിച്ചു തരത്തില്ലായിരുന്നടാ. എന്താ വെച്ചാൽ കോപ്പി അടിച്ചാൽ അവരും പിടിക്കപ്പെടും. പിന്നെ നമ്മൾ പഠിക്കുമായിരുന്നു. ഞാൻ എനിക്ക് പൊട്ടിയാലും കുഴപ്പമില്ല, എൻ്റെ അപ്പൻ എന്നെ വഴക്ക് പറയത്തില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് കിട്ടും. ആണോ? അപ്പൊ നീ പൊട്ടലുണ്ട്. ചേരാതുകൾ തോറും നിന്റെയോർമ്മയായി തരാതിപ്പോം ചാരുവാമും മകളാൽ ചുഴലും നോയി കുറ്റാക്കുരിൽ കഴിയോളം ഞാൻ എഴുതാം. കൊള്ളാലോ. ബാക്കി ബാക്കിയുണ്ടോ? പഠിക്കാം. ഇത് ഭയങ്കര ലിറിക്സ് ആടാ ഇത്. നീ പറഞ്ഞില്ല ചില പാട്ടുകൾ കേൾക്കാനേ കൊള്ളാവുന്നു. അതിലൊന്നാണിത്. ഉലകിൻ ഉലകിൻ. അതിന്റെ അർത്ഥം എന്താ? ഉലകിന്റെ കടുവ ഭൂമി. ഇതൊക്കെ വെടിച്ചത് കാണാനേ കറക്റ്റ് മാച്ച് ചെയ്യണം കേട്ടോ. റെഡി? ഞാൻ ഇങ്ങനെ പാടിപ്പിക്കുന്നതല്ല എന്തെങ്കിലും കണ്ട് ആ ചൂറിനെ കൊടുത്ത്. റെഡി? ഉലകിൻ, അത്ര ഉലകിൻ. സർ 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 എനിക്ക് കിട്ടില്ല, സുമ്മാ കാത്തു താങ്ങ വരുത്. റെഡി? ബാക്കി ലിറിക്സ് എവിടെ? എടാ അത് താഴെ പോണം. നിനക്ക് കമ്പ്യൂട്ടർ ഒന്നും യൂസ് ചെയ്യാനാണ് കൂടെ. ഇത് കമ്പ്യൂട്ടർ ആണോ? ഇത് ലാപ്ടോപ്പ് അല്ല. റെഡി? 1 2 3. ഉലകിൻ കടുനോവാട്ടും തളം പുലർക്കാറ്റായി വീശിടാം ഞാൻ ഉഷസിന്നനമേ തോർത്താനിറങ്ങും വെയിലായിടാം പാലിലൊരു ഞാലയരയായി വരാം നിന്നാകാശമാനൊരീ കണ്ണീർ കരങ്ങൾ കടൽ ഞാൻ ഈ പാട്ടിന്റെ കൊന്ന് തെറി വന്നോളൂ, കുഴപ്പമില്ല. കാണിക്കാം. മാലിക്കിലെ ലാസ്റ്റ് സീൻ പോലെ ഉണ്ട് ഇത്. കൊന്ന് കൊല വിളിച്ച് ഫ്യൂണറൽ സീൻ. ഇതേ മകനേ, ഒരു മിനിറ്റ്. മകനേ ഞാനും തരികത്തൊരു കാണ കണ്ണോട്ടമായി. മകനേ ഞാനും അകലത്തൊരു കാവൽ മാലാകയാ. ഞാൻ ഇതൊന്നല്ല പ്രതീക്ഷിച്ചത്. സിംഗർ അല്ലല്ലോ നമ്മള്. ഞാൻ പ്രൊഫഷണൽ സിംഗർ. ഞാൻ മറ്റേ പോലെ പഠിക്കാൻ നോക്കാം, അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഓ അപ്പൊ ഒന്നുകൂടി പറയാ, നീ സിംഗർ അല്ലല്ലോ. നീ ഒരു സിംഗർ അല്ലല്ലോ. അപ്പൊ കമന്റ് ഇടണേ. ഇവര് പങ്കാളിടാ. How could you say that about Podi? അങ്ങോട്ടും ഇങ്ങോട്ടും
ഒന്നും കൂടി പാടണോ? എന്തിന്? വൃത്തിയേടാക്കി, അതുകൊണ്ടാണ്. വേറെ പാട്ട് പാടാം. വേറെ പാട്ടോ? ഇതൊക്കെ ഭയങ്കര ടഫാ പേളി. ആണോ? ഇപ്പൊ ഒരു ഈസി പാട്ട് പറ. മന്ദാരച്ചെപ്പന. അതാണ് നിനക്ക് പാടേണ്ടത്. നീ അതിലിട്ടായിരുന്നു. നമുക്ക് ഒരു പാട്ട് ഉണ്ടാക്കാം, അതാകുമ്പോൾ കോപ്പിറൈറ്റ് വരത്തില്ല. ഒരു സിറ്റുവേഷൻ പറ, വിൽ ജസ്റ്റ് മേക്ക് എ സോങ്. ഒരു ലൈൻ നീ പാടുന്നു, ഒരു ലൈൻ മാം പാടുന്നു. ഓ, ഞാൻ ലിറിക്സിൽ ഭയങ്കര മോശം. ഞാൻ ലിറിക്സ് പാടുന്നു, നീ ഫുള്ള് പാടിക്കോ. ഒരു ടോപ്പിക് തരൂ. സിറ്റുവേഷണൽ സോങ്. ലവ് 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 യാർ മോഹബ്ബത്ത്. ഓക്കേ, ഡിഫറെന്റ്. ഓക്കേ. പിടിച്ചോ. Every time I think of you, every time I think of you, I see your smile, your beautiful smile. You remember when you see your turn, you remember when you say na 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 na. Love is what you tell me to do. I didn't know na 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 na. I never knew I had it in me. You told me I could na na na. I never do now. Love is Sushin Sham sitting on my show. Love is him and his guitar playing on my show. Love is his music and his sweet smile and his മൂക്കുത്തി line. ഞാനിപ്പോ അവന് നാണം വന്നു. ലവ് എന്ന് പറഞ്ഞ അവൻ തന്നെ നാണിച്ചു. ഞാനും മന്നു. മൂക്കുത്തി കൊള്ളാലോ. എവിടെന്നാ ആംഗിൾ ഇപ്പുറത്തിരിക്കണം. അവന്റെ മൂക്കുത്തി കിട്ടുന്നുണ്ടോ? ബേസിക്കലി നിനക്ക് പാട്ട് പാടാൻ വേണ്ടി എന്നെ വിളിച്ചതാ അല്ലേ? ബേസിക്കലി നീ വന്ന റേനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആക്ച്വലി ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാണ്ട് ഈ എഡിറ്റ് ചെയ്ത് കളയുന്നത് മാത്രം ഒരു എപ്പിസോഡായിട്ട്. ഇനി നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോയാലോടാ. ഓ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടാ. കാരണം എനിക്ക് ഉത്തരം കിട്ടില്ല. ഉത്തരം മുട്ടാണ്ടിരുന്നാ മതി. ഉത്തരം മുട്ടും, ഉറപ്പായിട്ടും മുട്ടും. Okay guys, so My G Presents Parimani show il nammade kude ullathu Sushin Sham, the one and only. Let's have a rapid fire with him. The first question, if you have a background score for your life, okay, Sushinte life il oru background score undengil adu ഏത് പാട്ടായിരിക്കും from your movies? ലഗോൺസിൽ. അതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലേ? അത് എന്റെ ബാക്ക്ഗ്രൗണ്ട്. അയ്യോ, അതും കൂടി പാടിപ്പിക്കായിരുന്നു. ആ ഗിറ്റാർ അത് അടച്ചു പൂട്ടി വെച്ചവൻ. എടുക്ക്. എനിക്ക് അതാണ് പാടേണ്ടത്. നീ അതെങ്ങനെ പാടും? പാടാൻ പറ്റില്ല. അതിന് പ്രത്യേകിച്ച് ലിറിക്സ് ഒന്നും ഇല്ല. അതാണ് അതിന് ഏറ്റവും കമ്പനി. അതാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ എനിക്ക് പണി കുറയും. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ. ഗിറ്റാർ ഇവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടാ, എടുത്ത് പൂട്ടി വെക്കല്ലേ. എന്റെ കണ്ടന്റാ നീ അടച്ചു വെക്കുന്നത്. For you, na 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 na
കണ്ടന്റ്. Now, one more thing. അടുത്ത question ഇതിൽ തന്നെ ഉണ്ട്. If you had to dedicate a song to a fan, to your hardcore fan, എൻ്റെ തന്നെ your song, you have to sing. If one girl is coming, or a boy, or a child is coming to you and saying, Sushnata, I love you, love your music. Can you play one song for me? What would you play for? വാട്ട് വുഡ് ഐ പ്ലേ അല്ലേ? എനിക്ക് ഈ സ്ട്രമ്മിങ് ഓർമ്മയുണ്ടോ? അല്ല, ഇത് അതിലും കൾട്ടാ. തട്ടി 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 കേട്ടിട്ടില്ല? ട്യൂണേ ഞാൻ പാടെ. ഇത് പാട്ട് കേട്ടില്ല? അയ്യേ, ഇതൊക്കെ ഭയങ്കര ഫേമസ് പാട്ടായിരുന്നു. പാടടാ. ഓക്കെ, ഞാൻ വേറെ പാട്ട് പാടാം. ഇതാണ് എൻ്റെ സാധാരണ ഞാൻ ജാമ്യം കക്കൂസ് പോയിട്ട് അപ്പിയൊന്നും മൈജി പ്രസൻസ്. നിന്റെ സ്പോൺസർഷിപ്പ് നിർത്തും. ഞാൻ 2-3 ദിവസമായിട്ട് നിലു അപ്പി അപ്പി പറഞ്ഞോണ്ടിരിക്കാം. ഇന്നലെ ബ്ലോഗിലൊക്കെ അപ്പി ഞാൻ പറഞ്ഞു, നിലു ഇപ്പൊ ഇത് അവളെ എങ്ങനെയാ കാണിക്കുക ഈ എപ്പിസോഡ്? ഞാൻ You are influencing children with up. It's very normal daily life. I know. Even I want to normalize Appi. Let's normalize justice for Appi. ഞാൻ കുറച്ചും കൂടെ റൊമാൻറ്റിക് ആവാം. വെൽ, ഒടുവിലെത്തി ആറും നാൾ വരെ നാളും നാൾ വരെ ഇന്നിലെ എന്നിലെ വിരൽ ഉടൽ പാവം വിനായക ലിറിക്സ് ഒക്കെ തെറ്റിച്ച് പാടുന്നതിന്. See, it's not about the lyrics all the time. It's about the feel. I know. It's about the live music. Live music always makes me happy. And I always ഞാൻ എപ്പോഴും ആലോചിക്കും, സുഷിനെ പോലത്തേക്ക് ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇറ്റ്സ് സച്ച് എ ലക്ഷറി. ആക്ച്വലി ഭയങ്കര ബോറാ. അങ്ങനെ നീ വിചാരിക്കുന്ന ഫുൾ ടൈം ഞാൻ ഗിറ്റാർ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കാറില്ല. രാവിലെ ഭാര്യ വരുമ്പോ അങ്ങനെയല്ല. നോ, എന്റെ വീട്ടിലൊരു ഇൻസ്ട്രുമെന്റ് പോലും ഇല്ല. എന്താ? അത് എല്ലാവരും ചോദിക്കും. തബല, ഹാർമോണിയം. ഒരു ഹാർമോണിയത്തിന് വേണ്ടി തബല, അംഹർ തബല അല്ല. ഓ, കല്യാണം കഴിയപ്പോ എല്ലാം മനസ്സിലായില്ലേ? ശ്രീനീനെ ഞാൻ ഒന്നും ചെയ്യാറില്ല. ചിരിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടാ, നീ എങ്ങനെയാ പാട്ടുണ്ടാക്കണേ? ഇത് ഭയങ്കര പണി കേട്ടത്. അതാണ്, ഇതൊരു ജോലി ആകുമ്പോഴാണ് പാട്. ആക്ച്വലി ജോലിയായിട്ട് ഇത് വെറുതെ ചെയ്യുകയാണെങ്കിൽ നീ എത്ര വേണം ചെയ്യും. പക്ഷെ ആരെങ്കിലും പറയണേ ഇത് ഡെഡ് ലൈനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കില്ലേ? ഭയങ്കര സ്ട്രെസ്സാ ഡെഡ് ലൈനിൽ. ഇത് എങ്ങനെ ഒരു ക്രിയേറ്റീവ് ഫ്ലോ ആ സമയത്ത്? അതാണല്ലോ എന്റെ ചാലഞ്ച്. എങ്ങനെയാ നീ അപ്പൊ എന്താ ചെയ്യാ? നീ ഇപ്പൊ ഒരു ഡയറക്ടർ പറയാടാ സിനിമ റിലീസ് ചെയ്യണം, നീ വേഗം പാട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വാട്ട് യു ഡു? പാട്ടുണ്ടാക്കി കൊടുക്കുക എന്നല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പ്രാർത്ഥിക്കോ? വാട്ട് യു ഡു? മെഡിറ്റേറ്റ് ചെയ്യോ? മെഡിറ്റേറ്റ് ചെയ്യും. ഹൗ ഡു മെഡിറ്റേറ്റ്? ടീച്ച് മീ ഓൾസോ. നാ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അത്രേ ഉള്ളൂ. ഇതാണ് മെഡിറ്റേഷൻ. ബ്രീതിങ് എന്നാ പറയുന്നത്. ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. 5 മിനിറ്റ് ഇരുന്ന് ബ്രീത്ത് ചെയ്യും. അപ്പൊ ഫ്ലോ വരും. ഫോക്കസ് ചെയ്ത് ബ്രീത്ത് ചെയ്യും. ഇങ്ങനെ. ആ, വേറെ ആരും ഇല്ലല്ലോ സ്റ്റുഡിയോയില്. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മറ്റേ സാധനം ചെയ്യും. മറ്റേ അതെ, അതിന്റെ പേരെന്താണ്? പ്രാണായാമം. സൈഡിൽ കൂടെ എടുത്തിട്ട് സൈഡിൽ കൂടെ വിടും. അത് കുറച്ചേരം ചെയ്യുമ്പോ ഒന്ന് സമാധാനം. സ്ട്രെസ് കുറക്കാന്നുള്ളതാണല്ലോ, അല്ലാണ്ട് ക്രിയേറ്റിവിറ്റി കുറഞ്ഞതിന്റെ പ്രശ്നമല്ല. സ്ട്രെസ് കാരണം ചിലപ്പം അത് ഇന്റർനെറ്റിന്റെ കണക്ഷൻ പോലെയാ. കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ കണക്ഷൻ തിരിച്ച് കണക്ട് ചെയ്യാൻ നോക്കുക. ഇതൊന്നും എടുത്ത് മാറ്റുമോ പറയുന്നത്? പക്ഷെ എടുത്ത് പെട്ടി വെക്കരുത്. എപ്പോഴാ വേണ്ടി വരാന്ന് പറഞ്ഞില്ല. Who are the people that really inspire you? ഇപ്പം മ്യൂസിക്കിന്റെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പം BGM ആവണമെങ്കിൽ നമുക്ക് പറയാം ഹാൻസ് സിമ്മർ അങ്ങനത്തെ ഒക്കെ. അങ്ങനെ ഹൂ ഇസ്
who are the musicians who really inspire you? Of course, the main name is A.R. Rahman. Like നമ്മൾ കേട്ട് വളർന്ന സാധനം. Why he inspired me is because the same thing. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് പുള്ളിയുടെ പാട്ട് ഇഷ്ടം? കാരണം there's something, some layer that people connect with. Like, you know, ഒരു നല്ല പാട്ട് എന്നുള്ളതിനേക്കാളും there's something in it. Like, ആ ഒരു സാധനമില്ലേ, നമുക്ക് കാണാൻ പറ്റാത്തയും കേൾക്കാൻ പറ്റാത്തയും സാധനം, പക്ഷേ ദാറ്റ് ഇമോഷൻ, അത് പിന്നെ ദ വേ ഹീ ബ്രേക്സ് ആ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ചെയ്യുന്ന ഒരു രീതികൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം. അപ്പം അത് ബ്രേക്ക് ചെയ്തിട്ട് ലൈക്ക് യുനോ ഈസ് പ്രിറ്റി എന്താ പറയുക, റെബൽ. പുള്ളിയുടെ പാട്ട് എവിടെ തുടങ്ങണം എന്നൊക്കെ പുള്ളി ഡിസൈഡ് ചെയ്തു. അപ്പം പുള്ളി അതിന് കണ്ട രീതി എനിക്ക് ഭയങ്കര എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് യുനോ ഹൗ ഹീ ഈസ് നോട്ട് ഫോളോയിങ്, ഹീസ് പുള്ളി കമേഴ്ഷ്യൽ സാധനമാണ് ചെയ്യുന്നത്, പക്ഷേ ഹീസ് ബ്രേക്കിംഗ് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ. ലൈക്ക് യുനോ എന്തുകൊണ്ടാണ് അയാൾ യുണീക്ക് ആവുന്നെന്ന് തോന്നുന്നത് ഇസ് ദാറ്റ് എലമെന്റ്, ലൈക്ക് ബ്രേക്കിംഗ് സം റൂൾസ്. എൻ്റെ പാട്ട് എല്ലാവരും നമ്മളൊരു ബാർ കണക്കിൽ പറയുമ്പം നമ്മളൊരു എപ്പോഴും ഒരു യൂണിഫോം ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ നോക്കും. ലൈക്ക് 4 ബാർ കഴിഞ്ഞാൽ 5ാമത്തെ സൈക്കിളിൽ ഇത് വരും. പക്ഷെ പുള്ളി 3:30-ലൊക്കെ ചിലപ്പോൾ ചെയ്യും. ലൈക്ക് യുനോ ഇൻ ബിറ്റ്വീൻ ഹീൽ ജസ്റ്റ് സ്റ്റാർട്ട് ഹിസ് നെക്സ്റ്റ് ലൈൻ. അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തായിരുന്നു. ലൈക്ക് യുനോ ദാറ്റ്സ് വൺ ഗൈ. ദെൻ റീസെൻ്റ്ലി സന്തോഷ് നാരായൺ ഇസ് someone who kind of after watching ജിഗർദണ്ഡ, I was like, okay, like a new sound. Like, you know, അപ്പം അത് ഞാൻ സപ്തമശ്രീ ചെയ്യുന്ന ടൈമിലായിരുന്നു. ലൈക്ക് ഞാനും റെക്സ് വിജനാണ്, ആൻഡ് ഓഫ് കോഴ്സ് റെക്സ് വിജൻ ഇസ് അനദർ ഗൈ. ആൻഡ് സി ഓരോ ആൾക്കാരുടെ പേരും ഓരോ നമ്മുടെ ലൈഫിലുള്ള ഓരോ മൊമെന്റിലാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ലൈക്ക് യുനോ ഹൗ ദീപക് ദേവ് ഇൻസ്പയർഡ് മീ വെൻ ഹി ഡിഡ് Chronic Bachelor. When he did Urumi, I was like, okay, I want to work with this guy. So there are people in different phases who inspire me. Now, like, you know, Mid-Air Thief എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് is inspiring me. അപ്പം അങ്ങനെ ഓരോ ടൈമിൽ ഓരോ മാസം ഓരോ ആർട്ടിസ്റ്റാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ടില്ല. പിന്നെ ടെക്സ്റ്റ് ബുക്കായിട്ട് ഐ ടേക്ക് ഇളയരാജ ബിക്കോസ് ദാറ്റ്സ് എ ടെക്സ്റ്റ് ബുക്ക്. ലൈക്ക് യു നോ വൺസ് യുവർ മറ്റേ ഐഡിയ ഒന്നും ഇല്ല, എൻ്റെ കയ്യിൽ ഐഡിയ ഇല്ല, ഞാൻ വെട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സമയമുണ്ട് എൻ്റെ സോഫയിൽ. അപ്പം ഞാൻ രാജ സാറിൻ്റെ പാട്ട് ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ കേൾക്കും. എന്തെങ്കിലും പുള്ളി ഇത്രക്കാലം പാട്ടുണ്ടാക്കിയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ലൈക്ക് യു നോ ഹൗ ഹി ഡിഡ്, പുള്ളിയുടെ മെലഡീസ് ആർ ലൈക്ക് വെരി ഈസി പക്ഷേ ഭയങ്കര സോൾഫുൾ. യാ, കണക്ഷൻ. കൊളാബ്. യാ, അപ്പം ദർ ആർ മ്യൂസീഷ്യൻസ്. ഇപ്പം മലയാളത്തിലാണെങ്കിലും റെക്സ് വിജൻ ഇസ് വൺ ഗൈ ഹു റിയലി ലൈക്ക് വെൻ ഹി ഇപ്പം അവയിൽ വന്നപ്പം ലൈക്ക് യു നോ നമ്മുടെ ഇപ്പോൾ ഡൗൺ ടോഡൻസിനാണെങ്കിലും നമ്മുടെ ബാൻഡിനാണെങ്കിലും ഇവരാണ് ഒരു സൗണ്ടിൻ്റെ കേസിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തത്. ലൈക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒരു നാടൻ പാട്ടിലൊരു റോക്ക് ചെയ്യുന്ന അതിന് പറ്റിയൊരു പേരും അവിയൽ. ആൻഡ് ലൈക്ക് വാവ്, ലൈക്ക് അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് ഇപ്പോഴും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മേ ബി നാളെ മാറിക്കൊണ്ടിരിക്കണം. That shows your growth as a musician also. അപ്ഡേറ്റ് ആവുമ്പോൾ മാറിക്കൊണ്ടിരിക്കും നമുക്കിങ്ങനെ. Another thing I want to ask you, നമ്മുടെ rapid fire അടുത്ത question, if you had to swap lives with a cartoon character for a day, ആരായിട്ടായിരിക്കും? കാർട്ടൂൺ ക്യാരക്ടർ എനിക്ക് ജോണി ബ്രാവോ. ഞാൻ ഇപ്പൊ ആലോചിച്ചത് എങ്ങനെ അത് മനസ്സിലാക്കി. Every boy likes Johnny Bravo. പക്ഷെ എന്തിനാണ് ഞാൻ അയാളൊന്നും കണ്ട എനിക്ക്. But why did you think? I read your mind, bro. എന്റെ മനസ്സിൽ പോയ മുടി പെട്ടെന്ന് ഇങ്ങനെ പോയി, അതുകൊണ്ടാ. അല്ലാണ്ട് എന്റെ മനസ്സിൽ ആക്ച്വലി പപ്പായ സെയിൽമാനാണ്. അതും ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടോണ്ടിരുന്ന അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പിന്നെ സ്കൂബി ഡു കണ്ടത്. ഡെക്സ്റ്ററിന്റെ അത്ര ബുദ്ധിയൊന്നും എനിക്കില്ല. I was DD. സ്കൂബി ഡൂലെ ഷാഗി. Oh yeah. Oh, he can use Lagoon Chill as his background score. He's a chill dude. He's like Lagoon Chill. He's actually Shane Nigam of Seriya, he's a Bobby. Your guilty pleasure movie or TV show
അതായത് നമ്മളിങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു വെബ് സീരീസോ ഒരു TV ഷോ നെറ്റ്ഫ്ലിക്സ് ഓർ എനി OTT or one of your favorites? നമ്മളിപ്പോൾ കണ്ട് കഴിഞ്ഞത് സെവറൻസ്. സെവറൻസ് അറിയില്ല. നീയൊക്കെ വലിയ ആളടാ നീയൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതായിരുന്നു അറിയാം, അത് തീർന്നു പോയ സങ്കടമായി. അതായതാന്ന് ചോട്ടാ ഭീമ. അയ്യേ ഞാനതാ കണ്ടോണ്ടിരിക്കുന്നത്. മനസ്സിലായി. അപ്പൊ നിനക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. ഓഡിയൻസിൽ ബുദ്ധിയുള്ളവരുണ്ട്. എനിക്ക് മണി ഹൈസ്റ്റ്, സ്ക്വിഡ് ഗെയിം ഒക്കെ ഇരുന്ന് കാണും. നിനക്കൊന്നും ഇഷ്ടമില്ല? സ്ക്വിഡ് ഗെയിം ഒക്കെ എന്ത് ബോറാ ഇപ്പം, ഭയങ്കര ബോറ്. മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. അവൻ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് വിച്ച് ഇസ് ദ ബെസ്റ്റ് നെറ്റ്ഫ്ലിക്സ് എവരിബഡി വാച്ചിങ് അത് പറഞ്ഞേക്കാം. അപ്പൊ പേളി പറ്റിക്കപ്പെടും. ഞാൻ കഥ ചോദിക്കും, ഞാൻ ഏറ്റവും ഫേവറേറ്റ് സീൻ ചോദിക്കാം, അതിൽ ആക്ടറിന്റെ ഏജ് ഞാൻ ചോദിക്കും. എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് പേര് മറന്നൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബെറ്റർ കോൾ സോൾ. എന്ത്? ഓഫ് എന്റെ പേളി. എന്താ? ചോട്ടാ ഭീം. ബെറ്റർ കോൾ സോൾ. സോളിനെ വിളിക്കാൻ ഞാൻ. ബെറ്റർ കോൾ പോസ്റ്റർ ഒന്ന് കാണിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബെറ്റർ കോൾ സോൾ ബേസിക്കലി മറ്റേ നമ്മുടെ ഇതാണ്, മറ്റേ എന്താണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല, കാണാനും വഴിയില്ല. അങ്ങനത്തെ തമ്മിലുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് പോലും ചെയ്യത്തില്ല. ഫുൾ അപ്പൂപ്പന്മാരിരുന്ന് ഇംഗ്ലീഷ് കോട്ടൊക്കെ ഇട്ട് സംസാരിക്കണം, അങ്ങനത്തെ സാധനങ്ങൾ. കോമഡിയും സീരിയസ് ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാ. ഭയങ്കര സീരിയസ് ചോദ്യങ്ങളാണോ നീ ചോദിക്കുന്നത്? കാരണം നല്ല സീരിയസ് ഉത്തരം പറയുന്നത്. നമ്മളെ ജോണർ മാറി പോകുന്നുണ്ടോ ഷോന്റെ? ഇല്ല. ഇഫ് യു ആർ എ മൂഡ്, വാട്ട് ഡസ് ദാറ്റ് ഇൻസ്ട്രുമെന്റ്? ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആ മൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദാറ്റ് മൂഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് യു? എന്റെ മൂഡ് ഹാങ് ഡ്രം. ഞാൻ നിന്നെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. ശ്രീനി എടുത്ത് ചോദിക്കും, 24 മണിക്കൂർ ഞാൻ ഹാങ് ഡ്രം ആ കേൾക്കുന്നത്. ഞാൻ പറയാം എനിക്ക് പഠിക്കണം. അത് പഠിക്കാൻ ഭയങ്കര എളുപ്പം ആണോ? അപ്പൊ എനിക്ക് പഠിക്കണ്ട. ടഫ് ഓൺലി. ഹാങ് ഡ്രം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? എന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. ഹാങ് ഡ്രം ആമയുടെ തോട് പോലെ ഇരിക്കുന്ന സാധനല്ലേ? അതാ. നിനക്ക് ഏലിയൻ ആണോടാ നീ? എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. ചിരി കേട്ടോ ഗൈസ്. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ ലവ്. അത് ഉത്തരയുടെ അപ്പൂപ്പന്റെ അങ്ങനെ അതെനിക്ക് കിട്ടി. അത് ഇവരുടെ ഫാമിലിക്ക് മൊത്തം ഉണ്ട്. ചിരി പെട്ടെന്ന് ഇതായി മാറുമല്ലോ, നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന സാധനം. നാളെ തൊട്ട് ഞാനിങ്ങനെ മോസ്റ്റ് ഡ്രാമാറ്റിക് ഐ ആം ഡൺ എന്ന് നിനക്ക് തോന്നിയ ഒരു മൊമെന്റ് ഓഫ് യുവർ ലൈഫ്? ഇത് ഇങ്ങനെ തോന്നിയ ഒരു മൊമെന്റ്? ഐ തിങ്ക് ലാസ്റ്റ് ഇയർ. എന്തായിരുന്നു? സിനിമയൊക്കെ ചെയ്ത് ഐ ആം ഡൺ എന്ന് തോന്നിയൊരു ടൈമായിരുന്നു. അല്ലാണ്ട് ഈ ഷോ അല്ലല്ലോ, അത് കുറച്ചും കൂടെ ഉണ്ടല്ലോ. ശരിക്കും അങ്ങനെ തോന്നിയോ? You want a break? I wanted a break. Like, okay, stop എന്നുള്ളൊരു സാധനം തോന്നി. ഭയങ്കര ഇതായിപ്പോയി, തല പ്രാന്തായിപ്പോയി. കാരണം കുറേ പ്രോജക്ട്സ് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. How many projects did you do in 1 year? Most number of projects? Last year I think 4 films ഇങ്ങനെ ഒരുമിച്ച് ചെയ്ത്. എനിക്കൊന്ന് ഉള്ളൊഴുക്ക്, കണ്ണൂർ സ്ക്വാഡ്, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ബോഗൻവില്ല. 5 ജോണർ. മഞ്ഞുമൽ കഴിഞ്ഞപാട് ആവേശം, ലൈക്ക് ഫുൾ മൂഡ് മാറി പെട്ടെന്ന് ആവേശത്തിലോട്ട് കയറി. അത് കഴിഞ്ഞോട്ട് ബോഗൻവില്ല ഡാർക്ക്. പിന്നെ കണ്ണൂർ സ്ക്വാഡ് നേരത്തെ കഴിഞ്ഞ്. ബോഗൻവില്ല ആകുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ഞാൻ എക്സോസ്റ്റഡ്. ഉള്ളൊഴുക്കായപ്പോ പിന്നെ അങ്ങോട്ട് പോയി. ഉള്ളൊഴുക്ക് നേരത്തെ തീർത്തതായിരുന്നു, കുറച്ചും കൂടെ നേരത്തെ. പക്ഷെ എല്ലാം ഒരുമിച്ചായിരുന്നു. ലാസ്റ്റ് ഇയർ ആയപ്പം എനിക്ക് ആ ബ്രേക്ക് എടുക്കാനുള്ള മെയിൻ സാധനം ഐ ഫെൽറ്റ് ഓക്കെ ഐ ആം ഡൺ, ഐ നീഡ് എ ബ്രേക്ക് ലൈക്ക് ഫ്രം വാട്ട് ഐ ആം ഡൂയിങ്. സോ വെൻ ക്യാൻ വി എക്സ്പെക്ട് യു ബാക്ക് വിത്ത് എ ബാങ്? നെക്സ്റ്റ് ഇയർ സെറ്റ് ഓൾ ഹാപ്പനിങ്. ഗൈസ്, ഫൈനൽ ക്വസ്റ്റ്യൻ. ഒറ്റ ആളല്ലേ ഞാൻ പറ. നിനക്ക് ഇതൊരു ഒരു മൊമെന്റ് ആണ് ഇൻ യുവർ ലൈഫ്. ദിസ് ഇസ് ദാറ്റ് മെയിൻ മൊമെന്റ് ഓഫ് യുവർ ലൈഫ്. പേടിയാണോ നീ അടുത്ത് ചോദിക്കാൻ പോകുന്നത്? A useless talent that you have. This can change your life. Giving one more chance? Yeah. A talent that you have, but it's useless and you have it. You were born with it. But that's a talent. Nobody knows, maybe. എന്നെ നാവ് ഭയങ്കര. മതിയോ? അത് മതി. You are qualified. Thank you. ഒന്നിങ്ങനെ കാണിച്ചേ. ചുമ്മാ അല്ല നീ മൂക്കുത്തി കിട്ടത്. മൂക്കുത്തി തൊടാൻ പറ്റുമോ? മൂക്ക് തൊടാൻ പറ്റും ഇടയ്ക്ക്. കൈവച്ച് തോന്നണ്ട.
ഞാൻ മൂക്കത്തെ അഴിക്കണത് അതാക്കി വെച്ചോ. എക്സാമ്പിൾ പറയുമ്പോൾ എല്ലാ ടാലന്റും ഉണ്ട് എനിക്ക്. But I really like your മൂക്കത്തി. It's really cute and I like the ear studs and everything. കിട്ടുന്നില്ലല്ലോ. എല്ലാം കിട്ടുന്നുണ്ട്. Your final question. വാവ്. Finish this sentence. People think I am calm and composed, but I am actually dash. ചളിക്കുട്ടൻ. അച്ചടാ. ലൈക്ക് വളിപ്പ്. I told you I can be your mother. ഞാൻ ആക്ച്വലി ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ്. അല്ല. ഞാൻ കാമൊന്നുമല്ല. ആരെ പറഞ്ഞല്ലെങ്കിലും ഞാൻ കാമാണ്. നിന്നെ കണ്ടാ തോന്നുന്നു. നിങ്ങൾ ഇന്ന് മാറി മതിയായല്ലോ. ഞാൻ കാമായിട്ട് ഞാൻ അത്ര കാം. മാറി കിട്ടിയല്ലോ, ഇമേജ് പോയല്ലോ. വെരി ഹൈപ്പർ ഗൈ ആക്ച്വലി. ബേസിൽ അത്ര ഇല്ല എന്നുള്ളൂ. ബേസിൽ അത്ര ഇല്ല. ബേസിൽ വന്നു നസ്ര ഉണ്ടായിരുന്നു. ബേസിൽ അല്ല, അവരായിട്ട് എനിക്ക് കോമ്പറ്റീഷൻ ഇല്ല. നസ്രയാണോ ബേസിലാണോ ആരാണ് കൂടുതൽ എനർജി? അത് ഭയങ്കര കോമ്പറ്റീഷനാ. അത് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ. ഇല്ല, അന്ന് നസ്രയെ ജയിച്ചു അല്ലേ ആണല്ലേ? എനർജിയില്. ഞാൻ ആ ഒരു കാറ്റഗറി അല്ല സംസാരിക്കുന്നത് കേട്ടോ. അത്ര ഹൈപ്പർ അല്ല. പക്ഷെ ഞാൻ ഇത്തിരി ഹൈപ്പർ ആണ് മൊത്തത്തിൽ. Out of all the actors that you work with, ഞാൻ ചുമ്മാ കുറച്ച് പേരുകൾ പറയാം. Just say one word about them. Okay, ചുമ്മാ I'm just making it up. Fahad Faasil. Very passionate guy. Nazriya. Very pleasing character. Shane Nigam. ഷെയ്ൻ നിഗം എനിക്ക് ഭയങ്കര ഒരു പാവം കൈ. അങ്ങനെ നമ്മൾ കാണുന്നു. ഷെയ്ൻ നിഗം എന്നെ ആദ്യമായിട്ട് കിസ്മത്തിന്റെ ടൈമില് കിസ്സല്ല, എല്ലാം റോങ് ആയിട്ട് കേൾക്കുന്നുണ്ടോ? കിസ്മത്തിന്റെ ടൈമില് കിസ് എന്ന് പറഞ്ഞു. ആ ടൈമിൽ ഒരു ബൈക്കൊക്കെ എടുത്തിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്ന് രാജീവേട്ടൻ്റെ ഇതിലോട്ട് കൊണ്ടുപോയതൊക്കെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് ഹിസ് ഫിലിം. അവൻ തന്നെ അവൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ പിക്ക് ചെയ്യാൻ വന്നേ. വാ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് വെരി പാവം കഴിയും. അതിനുശേഷം ഞാൻ പിന്നെ ഒരുപാട് കണ്ടിട്ടില്ല. ഐ ഫീൽ ലൈക്ക് സുഷിന്റെ വേറൊരു ഒരു ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. യു ഗോട്ട് ടു വർക്ക് വിത്ത് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. അല്ലേ? ഡയറക്ടേഴ്സ് ആവട്ടെ, ദ ഹോൾ ക്രൂ, യു ഓൾവേസ് ഗെറ്റ് ടു വർക്ക് വിത്ത് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ എ ബ്യൂട്ടിഫുൾ തിങ്. ഡസ് ഇറ്റ് ഹാപ്പൻ നാച്ചുറലി? എങ്ങനെയൊക്കെയോ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ആൻഡ് ഞാനത് പിടിക്കാൻ നോക്കാറുണ്ട്. നാച്ചുറലി തന്നെയാണ്, അല്ലാണ്ട് എൻ്റെ ബാക്കിൽ കൂടോത്രമൊന്നുമില്ല. അല്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ആ ഫ്ലോയില് അല്ലേ? എനിവേ ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എടാ നമ്മളെ ഇനി ക്വസ്റ്റ്യൻ വേണോ? അതെ, ഒരു പുതിയ ഫോൾഡർ ഞാൻ തുറക്കട്ടെ. ഇനി ചോദിക്കും, നമുക്ക് ഫുൾ നേരം സംസാരിച്ചിരിക്കുക രാത്രി വരെ. എടാ ഞാൻ പോയിട്ട് വേറെ പണിയൊന്നും ഡ്രസ് എങ്ങനെയുണ്ടെന്ന് കൊള്ളാം. ഇതെനിക്കൊരാള് സ്പോൺസർ ചെയ്ത തെലുങ്കു. ഞാൻ ആരാന്ന് പറയില്ല, പക്ഷെ ഇതൊരു ആക്ടർ എനിക്ക് അവിടെ നിന്ന് അയച്ചതാ. അറിയാമെങ്കിൽ ഒന്ന് വരാൻ പറയണ ഈ ഷോയില്. പറയാം. ഈ ഷോ നീ കാണാറുണ്ടോ? ഇല്ല. എടാ ഞാൻ ഇടയ്ക്ക് റീൽസിലൊക്കെ കാണും. അതെങ്കിലും കണ്ടല്ലോ. മ്യൂസിക് ഡയറക്ടർ. ഫേമസ് ആയിട്ടുള്ള ഏതായിരുന്നു അവര് ചെയ്തൊരു ഷാറുഖ് ഖാന്റെ എപ്പിസോഡ് കണ്ടായിരുന്നോ? ഷാറുഖ് ഖാനൊക്കെ ഈ കസേരയിലോ? ശരിക്കും? അപ്പൊ നല്ല ഫോളോവേഴ്സ് ഉള്ള ഇതാണല്ലേ? You don't even know what this is. I know you, Pearly. Okay, at least. Okay, did you watch the episode where I did Amir Khan's മറ്റേ താരി ജമീൻ പറക്കെ ചെയ്യുന്ന അമീർ ഖാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ എപ്പിസോഡ് കണ്ടോ? ഇല്ല. എന്താണ് ഇത്? He hasn't watched my show. Oh, I didn't know. Like അത് ഭയങ്കര I just like Say, Pearly. anyway, അതുകൊണ്ട് വന്നതാണ്. So I'll tell you one more thing. Just before you know who came? Who? ഞാൻ പറയട്ടെ. കമൽ സർ ആൻഡ് രജനികാന്ത് രണ്ടുപേരും വരും. Nice. So this is a special place where special people. Like. I'm just kidding. പക്ഷെ പറയുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. എടാ അത് പ്രോമോയിലിടാ. അത് ഇവൻ റീൽ ആയിട്ട് കണ്ടോട്ടെ. ഇതുപോലത്തെ ആൾക്കാർ അതാ റീൽ ആയിട്ട്. രജനികാന്ത് വന്നിരിച്ചു. ഇനി അവരൊക്കെ ഇത് കണ്ടിട്ട് തപ്പും എവിടെ. Oh my god. ഇപ്പൊ മാക്സിമം എന്നെ ആയിട്ടുള്ളൂ. ഇല്ല, കൈ തരില്ല. നീ ഇങ്ങനെ കൈ വേണ്ട. മാക്സിമം എന്നെ കിട്ടില്ല. എടാ നീയാണ് എന്റെ മാക്സിമം. ഞാൻ വിട്ടുകൊടുക്കില്ല അങ്ങനെ. യു ആർ ദ അൾട്ടിമേറ്റ് പേഴ്സൺ എവർ. Anyway, I just want to say thank you so much. I had a great time talking to you because ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു എവിടെ നിന്ന് തുടങ്ങും. ബിക്കോസ് കുറേ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. There is so much to focus on. But ഇന്നത്തെ മെയിൻ ഫോക്കസ് ഫോർ മീ വാസ് റേ, ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ ബിഗിനിങ് ഫോർ യു. ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആൽബം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐ ടോൾഡ് യു നോ, ഇത് വൺ ഓഫ് ദ ടോപ്പ് എന്താ പറയുക, മോസ്റ്റ് വാണ്ടഡ്, മോസ്റ്റ് ലിസൺഡ് യൂട്യൂബ് ചാനൽ ആവട്ടെ. അപ്പം ചെക്ക് ഔട്ട് ഹിസ് യൂട്യൂബ് ചാനൽ. ഐ ലിങ്ക് ദാറ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.
And Ray is an amazing soundtrack, and listen to it in the car, and it's already trending. This is not paid promotion. This is not paid, guys. This is just pure love. And Ini, I want to give you something physical so that you can remember me. Oh. Okay? Wow. എഫർട്ടൊക്കെ ഇടുന്നുണ്ട് ഇത്. So, this is for you, Sushan. Thank you so much. കുറേ ചെടികളും I love ചെടി. ചെടി ഇത് പ്ലാസ്റ്റിക് ആണോ? അല്ലടാ, ഒറിജിനൽ. ഒറിജിനലേ ഇവിടെ ഫുൾ ഒറിജിനൽ ആടാ. വാവ്. ഇത് കോഫി മഗ്സ്. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. വാവ്. വവ്വവ്വോ. കൊള്ളാം. When you are feeling creative block വരുമ്പോ ഈ ചായ കോഫി കുടിക്കാനുള്ള കോഫി. സ്പോൺസേർഡ് ആണോ? അല്ലടാ, ഇത് എന്റെ പൈസയാടാ, ഇത് എന്റെ റവന്യൂ. സുഷിൻ ശ്യാം കൊള്ളാം. കൊള്ളാലോ അല്ലേ? സോ നിനക്ക് പേളി മറ്റേ കമൽഹാസൻ സാറും എല്ലാരും വരട്ടെ. വരും. ഷാറുഖ് ഖാൻ ശരിക്കും കാണുമ്പോ കമൽ സാറിനൊക്കെ ഒന്ന് ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്തായിരുന്നു. തഗ് ലൈഫ് വരും. ദിസ് ഇസ് ഫോർ യു. മൈജിയുടെ മൈ പാർഫ് എന്ന് പറയുന്ന പെർഫ്യൂം ആണ്. Do you like I perfume? love perfume. വവ്വവ്വോ. ഈ മണം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ നോക്കാം, അല്ലെങ്കിൽ വേറെ തരണേ. നല്ലയാന്നേ പറയാം, മൈജിക്കാരി. മൈജി. താങ്ക് യുടാ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു മിനിറ്റ്, ഇനി ക്യാമറ ഓഫ് ചെയ്തോ. എന്നാ എന്നെ വിളിക്കാൻ പോകുന്നത് പാട്ട് പാടാൻ? ആക്കെ ഞാൻ പ്രൊമോഷന് വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. നിനക്ക് ഹിറ്റ് സോങ്സ് വേണ്ടേ? എന്നെ വിളി, സെറ്റാക്കി എനിക്ക് തരാം. ഇപ്പം ഇല്ലുമിനാട്ടി. എടാ അങ്ങനത്തെ എനിക്കൊരു കംബാക്ക് ആവശ്യമുണ്ട്. കംബാക്ക് ആണ്. ഗോ ബാക്ക് ഇല്ല. ഇപ്പൊ എനിക്ക് എങ്ങനത്തെ പാട്ടാണ്? നീ വിളിക്കോ, എന്നെ വിളിക്കോ, നീ പതുക്കെ ഇറങ്ങിപ്പിക്കും. നീ എന്താ ഇങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡെസ്പറേറ്റ് ആണ് പാട്ടിന്റെ കേസിൽ. എടാ, ഒരു പ്രായം കഴിഞ്ഞ് ഒറ്റയ്ക്ക് പോയാലോ? നമുക്ക് തുടങ്ങാം, ഇപ്പോഴേ തുടങ്ങാം. എനിക്ക് എനിക്ക് ശരിക്കും ഇഷ്ടമല്ല പാട്ട് പാടാൻ. ഇഷ്ടമാടാ. വിളിക്കാം പള്ളി, എല്ലാ ആൾക്കാരും പറയുന്ന പോലെ. You just gave me that tone. Did he just give me that? ഞാൻ വിളിക്കാം. അതായത് പതുക്കെ പോക്കറ്റിൽ ഞാൻ വിളിക്കാം. അതായത് ഇല്ലെന്ന്. ഇപ്പൊ ചെറിയ തിരക്കാണ്, ഞാൻ വിളിക്കാം. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം സുഷിൻ എല്ലാവരോടും ബൈ പറഞ്ഞോ. താങ്ക് യു എന്റെ പ്രേക്ഷകരോടും നമ്മുടെ പ്രേക്ഷകരോടും എല്ലാവരും. പ്രേക്ഷകർ ബൈ. താങ്ക് യു സോ മച്ച്. When can we expect you? ഒന്നും കൂടി പറഞ്ഞ നെക്സ്റ്റ് ഇയർ. We are waiting. അതുകൊണ്ടാണ്. Yeah, next year. Next year with the band? Yeah, probably, yeah. Already. I'll try. Thank you. Bye Sushin. All the best. Thank you so much. This video is powered by MyG Future. Experience the next. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy body show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Put on show.